التمسك بالأثر نجاه. الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، أشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിൽ മഹത്തരമായ ഇബാദത്തായി നിശ്ചയിച്ച കാര്യമാണ് ദീന് പഠിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ദീന് പഠിക്കുക എന്നത് ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമായ ഫർദാണ്, നിർബന്ധമായ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ ദീനീ പഠനത്തിനുള്ള പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന ഹദീസാണത്. എന്താണ് ഒരു മുസ്ലിമായ ഒരാൾ പഠിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങൾ? പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മുസ്ലിമായി പിറന്ന ഏതൊരു മനുഷ്യനും, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, ധനികനോ ദരിദ്രനോ വലിയവരോ ചെറിയവരോ ആരാകട്ടെ, മുസ്ലിമാണെങ്കിൽ അവൻ പ്രായപൂർത്തി എത്തിയിട്ടുണ്ട് എങ്കിൽ അവൻ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട വിജ്ഞാനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് അതിൻ്റെ അർത്ഥം? മുഹമ്മദ് റസൂലുള്ളാഹ് എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ വിശദീകരണം എന്താണ്? അതുപോലെ തന്നെ നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? ഇങ്ങനെ ഒരു മുസ്ലിമായ ഒരാൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ബാധ്യതകൾ, അത് എല്ലാ മുസ്ലിമിനും മേൽ നിർബന്ധമാകുന്ന കാര്യങ്ങൾ പഠിക്കൽ എല്ലാവർക്കും നിർബന്ധമാണ്. രണ്ടാമത്തെ കാര്യം ഓരോ മുസ്ലിമിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് നിർബന്ധമാകുന്ന കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ കച്ചവടത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവൻ കച്ചവടവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ പഠിക്കണം. ഒരാൾ വിവാഹം കഴിക്കാൻ പോവുകയാണെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ പഠിക്കണം. ഇങ്ങനെ ഓരോരുത്തരുടെ ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് നിർബന്ധമാകും. ഒരാൾ ധനികനാണെങ്കിൽ സക്കാത്തിനെ കുറിച്ച് പഠിക്കണം. ഇങ്ങനെ ദീനിൽ പഠിക്കൽ നിർബന്ധമായ വിജ്ഞാനങ്ങൾ രണ്ട് രൂപത്തിലുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിൽ ഏറ്റവും നിർബന്ധമായ കാര്യം, അവ്വൽ വാജിബ്, ഒന്നാമത്തെ നിർബന്ധ ബാധ്യത എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദീനിൻ്റെ ആദ്യത്തെ കൽപ്പന എന്ന് പറയുന്നത്, വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒന്നാമത്തെ ഉത്തരം, എന്തിന് അള്ളാഹുവിൻ്റെ നബിമാരെല്ലാം എന്തിന് നിയോഗിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം, വിശുദ്ധ ഖുർആനും അതിനു മുൻപുള്ള വേദഗ്രന്ഥങ്ങളും എന്തിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം തൗഹീദാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു കാര്യം ഈ ദുനിയാവിൽ ഇനി വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല, ഇനി വരാനുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കിയാൽ, മുസ്ഹഫ് നിങ്ങൾ തുറന്നാൽ അതിൽ മുഴുവനുള്ളത് തൗഹീദാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അൽ ഖുർആൻ കുല്ലുഹു തൗഹീദ്. ഖുർആൻ മുഴുവൻ തൗഹീദാണ്. തൗഹീദ് അല്ലാതെ അതിലൊരു കാര്യവുമില്ല. ഒന്നല്ലെങ്കിൽ നിങ്ങൾ തൗഹീദ് പാലിക്കണം എന്ന കൽപ്പനയാണ്. ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. അല്ലെങ്കിൽ അതിന് നേർവിപരീതമായ വിലക്കുകളാണ്, ശിർക്ക് ചെയ്യരുത് എന്ന കാര്യമാണ്. തൗഹീദിൻ്റെ നേർവിപരീതം ശിർക്കാണ്. ഫലാ തജഅലൂ ലില്ലാഹി അൻദാദാ ഉഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്ത്, നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. ഒന്നല്ലെങ്കിൽ തൗഹീദ് പാലിക്കണം എന്ന കൽപ്പന, അല്ലെങ്കിൽ ശിർക്ക് ചെയ്യരുത് എന്ന വിലക്ക്. അല്ലെങ്കിൽ തൗഹീദ് ഉള്ളവർക്കുള്ള പ്രതിഫലം എന്താണ്? ദുനിയാവിൽ അള്ളാഹു അവർക്ക് ഇന്നതൊക്കെ നൽകും, നിർഭയത്വമുണ്ടായിരിക്കും, പരലോകത്ത് സ്വർഗമുണ്ട്. അതല്ലെങ്കിൽ ശിർക്ക് ചെയ്തവർക്കുള്ള ശിക്ഷ, ദുനിയാവിൽ അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകും,
ശിർക്ക് ചെയ്തവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. അല്ലെങ്കിൽ പരലോകത്ത് അവന് ഇന്ന ഇന്ന ശിക്ഷകളുണ്ട്. ക്ലാസ് ഉണ്ട്. പരലോകത്ത് ഇന്ന ഇന്ന ശിക്ഷകളുണ്ടായിരിക്കും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ശിർക്ക് ചെയ്തവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷ. അല്ലെങ്കിൽ തൗഹീദുള്ളവർ നിർബന്ധമായും ചെയ്യേണ്ട വിധിവിലക്കുകൾ. നിസ്കരിക്കണം. ഇതൊക്കെ ആർക്കുള്ളതാണ്? നിസ്കരിക്കാൻ ആരോടാണ് പറഞ്ഞത്? മുസ്ലിങ്ങളോടാണ് പറഞ്ഞത്. സകാത്ത് കൊടുക്കണം, നോമ്പ് നോൽക്കണം. ഇതൊക്കെ ആർക്കുള്ളതാണ്? തൗഹീദുള്ളവർക്കുള്ളതാണ്. തൗഹീദുള്ളവരോടുള്ള വിധിവിലക്കുകളാണ്. അതല്ലെങ്കിൽ തൗഹീദുള്ളവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, കളവ് പറയരുത്. ഇതൊക്കെ ആർക്കുള്ളതാണ്? തൗഹീദുള്ളവനുള്ളതാണ്. ഒരുത്തൻ ശിർക്ക് ചെയ്യുന്നു എങ്കിൽ അവൻ ഈ പറഞ്ഞ തിന്മകളൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും അവന് കണക്കാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അരികിൽ അവനെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ നരകം എന്തായാലും ഉണ്ട്. അവൻ്റെ അതിക്രമത്തിന് കൂടുതൽ ശിക്ഷ അതിനോടൊപ്പം വേറെ നൽകപ്പെടും എന്നത് ഒഴിച്ചു നിർത്തിയാൽ. അതല്ലെങ്കിൽ തൗഹീദുള്ളവരുടെ ചരിത്രമാണ്. നബിമാരുടെ ചരിത്രം, ആദം നബിയുടെ ചരിത്രം, നൂഹ് നബിയുടെ ചരിത്രം ഒക്കെ തൗഹീദാണ്. സൂറത്ത് ഹൂദ് നിങ്ങൾ എടുത്തു നോക്കൂ. എല്ലാ നബിമാരെ കുറിച്ചും പറഞ്ഞു തുടങ്ങുമ്പോൾ അള്ളാഹു പറയുന്നു, ഇന്ന നബി അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലേക്ക് ചെന്നു. എന്താ പറഞ്ഞത്? യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു. നോക്കൂ, നബിമാരുടെ ചരിത്രം തൗഹീദാണ്. അതല്ലെങ്കിൽ അവരുടെ ശത്രുക്കളുടെ ചരിത്രമാണ്. ആരാണ് അവരുടെ ശത്രുക്കൾ? മുശ്രിക്കീങ്ങളാണ്, അള്ളാഹുൽ പങ്കുചേർത്തവരാണ്. ഫിർഔനിൻ്റെ ചരിത്രം, ഖാറൂനിൻ്റെ ചരിത്രം. നമുക്ക് തൗഹീദല്ലാതെ അള്ളാഹുവിൻ്റെ ദീനിലൊന്നുമില്ല. ഖുർആനിൽ തൗഹീദാണ് പരിപൂർണമായും ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് അള്ളാഹു പഠിക്കാൻ കൽപ്പിച്ച കാര്യമാണിത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയെ അങ്ങ് പഠിക്കണം. ഫഅലം, അങ്ങ് പഠിക്കണം. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരങ്ങളെ, ദീൻ പഠിക്കുക എന്നത് നിർബന്ധമാണ്. ദീനിൽ ഏറ്റവും നിർബന്ധമായ വിജ്ഞാനം തൗഹീദാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ഫീമാ ബൈനഹും ഇല്ലാ ഹഫ്ഫത്ഹുമുൽ മലായിക വനസലത് അലൈഹിമുസ് സകീന വഗശിയത്ഹുമുർ റഹ്മ വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. കുറച്ച് ആളുകൾ, ഒരു കൂട്ടം ആളുകൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും ചെയ്താൽ അവരെ മലക്കുകൾ പൊതിയുന്നതാണ്. റഹ്മത്ത് അവരെ മുഴുവനായി വലയം ചെയ്യുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ നിന്നുള്ള സമാധാനം അവരിലേക്ക് ഇറങ്ങുന്നതാണ്. ഏറ്റവും അവസാനത്തെ കാര്യം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. അള്ളാഹു അവരെക്കുറിച്ച് അവൻ്റെ ഉന്നതരായ സദസ്സിൽ പറയുന്നതാണ്. എത്ര വലിയ ശ്രേഷ്ഠതയാണിത്. നോക്കൂ, ഇത് ദീൻ പഠിക്കുന്നവർക്കുള്ളതാണ്. അപ്പോൾ ദീൻ പഠിക്കുന്നതിന് ഇത്ര ശ്രേഷ്ഠതയുണ്ട്. അതിൽ തന്നെ നിർബന്ധമായ വിജ്ഞാനങ്ങൾ പഠിക്കുന്നതിന് എത്ര ശ്രേഷ്ഠതയുണ്ട്. അതിൽ തന്നെ തൗഹീദ് പഠിക്കുന്നതിന് എത്ര ശ്രേഷ്ഠതയുണ്ട്. തൗഹീദാണ് ഇൽമുകളിൽ ഏറ്റവും മഹത്തരമായ വിജ്ഞാനം. അതാണ് അള്ളാഹു അവതരിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ്. അപ്പം അത് പഠിക്കുന്നതിനു വേണ്ടി ഒരുമിച്ച് കൂടുക എന്നത് മഹത്തരമായ ഇബാദത്താണ്. ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഒരുമിച്ച് കൂടിയവരെ, നമ്മുടെ നിയ്യത്ത് നമ്മൾ ശ്രദ്ധിക്കുക. എന്തിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് എന്ന് നിങ്ങൾ സ്വന്തത്തോട് ചോദിക്കുക. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം? അള്ളാഹുവിൻ്റെ തൃപ്തിയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ ചെയ്യുന്ന പ്രവൃത്തി അള്ളാഹു നാളെ നമ്മുടെ അരികിൽ നിന്ന് തൃപ്തിയോടുകൂടി സ്വീകരിക്കണം. ഇതായിരിക്കണം ഇവിടെ ഇരിക്കുന്നതിന് പിന്നിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കേണ്ട ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അമാലു ബിന്നിയാത്ത്. അമലുകൾ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. ഓരോ മനുഷ്യനും അവൻ എന്താണോ ഉദ്ദേശിച്ചതാണ് ഉണ്ടായിരിക്കുക. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ നീയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ഒരു ചെറിയ റിസാലയാണ് ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം രചിച്ച ഒരു ചെറിയ റിസാല, ചെറിയ പുസ്തകമാണ്. എന്താ അതിൻ്റെ തുടക്കത്തിലുള്ളത്?
بسم الله الرحمن الرحيم الحمد لله رب العالمين صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. قال شيخ الإسلام الشيخ محمد بن عبد الوهاب رحمه الله الجامع لعبادة الله وحده. അൽ ജാമി ആദ്യത്തിൽ പറഞ്ഞത് ബിസ്മി, ഹംദ്, സലാത്ത് ഇതൊക്കെ ഒരു കിതാബിൻ്റെ ആരംഭത്തിൽ പാലിക്കേണ്ട സുന്നത്തുകളാണ്. ബിസ്മിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എഴുത്തുകളിൽ ബിസ്മി കൊണ്ടാണ് ആരംഭിച്ചിരുന്നത്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ബിൽഖീസ് രാജ്ഞിക്ക് എഴുതിയ കത്ത് ആരംഭിച്ചത് വ ഇന്നഹു മിൻ സുലൈമാൻ വ ഇന്നഹു ബിസ്മില്ലാഹി അർറഹ്മാൻ റഹീം. നബിമാരുടെ സുന്നത്താണ് ബിസ്മി കൊണ്ട് പുസ്തകം തുടങ്ങാന്നുള്ളത്. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ ബിസ്മി സുന്നത്താണ്. ഖുത്ബകളുടെ ആരംഭത്തിൽ ഹംദാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബ ആരംഭിച്ചത് ഹംദ് കൊണ്ടാണ്. കിതാബുകൾ ആരംഭിച്ചത് ബിസ്മി കൊണ്ടാണ്. ബിസ്മി കൊണ്ട് ആരംഭിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ രീതിയാണ്. അള്ളാഹുവിൻ്റെ കിതാബും അങ്ങനെയാണ് ആരംഭിച്ചിട്ടുള്ളത്. പിന്നീട് ഹംദ്, പിന്നീട് സലാത്ത്, അതിനുശേഷം അദ്ദേഹം പറയാണ് അൽ ജാമിഉ ലിഇബാദത്തില്ലാഹി വഹ്ദഹ് ഫഇൻ ഖീല ഫമൽ ജാമിഉ ലിഇബാദത്തില്ലാഹി വഹ്ദഹ്. നിന്നോട് ചോദിക്കപ്പെടുകയാണ് ഫഇൻ ഖീൽ, നിന്നോട് ചോദിക്കപ്പെട്ടാൽ ഫമൽ ജാമിഉ ലിഇബാദത്തില്ലാഹി വഹ്ദഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്ത് അതിനെ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു വാക്ക് എന്താണ് എന്ന് നിന്നോട് ചോദിച്ചാൽ ഖുൽതു, ഞാൻ പറയുന്നതാണ്. അല്ലെങ്കിൽ ഖുൽത, നീ പറയേണ്ടതാണ്. കണ്ടു പറയാം. ഖുൽത ത്വാഅതുഹു ബിംതിസാലി അവാമിരിഹി വജ്തിനാബി നവാഹിഹി. ഇബാദത്ത് എന്താണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇനി പറയുന്നതാണ്. ത്വാഅതുഹു, ഒന്നാമത്തെ കാര്യം ത്വാഅത്ത്. എന്താ ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ? അനുസരണം. ത്വാഅതുഹു, ആരെ അനുസരിക്കുക? അള്ളാഹുവിനെ അനുസരിക്കുക. ത്വാഅതുഹു ബിംതിസാലി അവാമിരിഹി. ഇംതിസാൽ എന്ന് പറഞ്ഞാൽ പ്രാവർത്തികമാക്കുക. അവാമിർ എന്ന് പറഞ്ഞാൽ അമ്രിൻ്റെ ബഹുവചനാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുക. ത്വാഅതുഹു ബിംതിസാലി അവാമിരിഹി. ഇപ്പം ഇബാദത്ത് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരത്തിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ്. ഒന്ന്, അള്ളാഹു കൽപ്പിച്ചത് അനുസരിക്കുക. നിസ്കരിക്കണം എന്ന് പറഞ്ഞു, നിസ്കരിച്ചാൽ അത് ഇബാദത്തായി. ദുആ ചെയ്യണമെന്ന് പറഞ്ഞു, ദുആ ചെയ്താൽ അത് ഇബാദത്തായി. അള്ളാഹുവിനെ ഭയപ്പെടണമെന്ന് പറഞ്ഞു, അള്ളാഹുവിനെ ഭയപ്പെട്ടാൽ അത് ഇബാദത്തായി. ദിക്ർ ചൊല്ലണമെന്ന് പറഞ്ഞു, അള്ളാഹുവിന് ദിക്ർ ചൊല്ലിയാൽ അത് ഇബാദത്തായി. ഇങ്ങനെ ഇപ്പം ഇബാദത്തിൻ്റെ ഒരു ഭാഗം അതാണ് ഇംതിസാലുൽ അവാമിർ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. രണ്ടാമത്തെ കാര്യം വജ്തിനാബി നവാഹി. വജ്തിനാബി നവാഹി. വജ്തിനാബ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. ഇജ്തിനാബ് എന്ന് പറഞ്ഞാൽ കേവലം ഉപേക്ഷിക്കലല്ല, മറിച്ച് അകറ്റി നിർത്തുക. നീ ഒരു ജാനിബിലാണെങ്കിൽ, ജാനിബ് ഒരു വശത്താണെങ്കിൽ ഈ പറയപ്പെട്ട നിന്നോട് അള്ളാഹു ഉപേക്ഷിക്കാൻ പറഞ്ഞ കാര്യം മറുവശത്താവുക. നീയും അള്ളാഹുവിനോടുള്ള ധിക്കാരവും രണ്ട് അകലങ്ങളിലാവുക. നിസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അള്ളാഹുവെ, കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിൽ അകൽച്ചയുണ്ടാക്കിയതുപോലെ നീ എനിക്കും എൻ്റെ തിന്മകൾക്കുമിടയിൽ അകൽച്ചയുണ്ടാക്കണം. ഇതാണ് ഇജ്തിനാബ് എന്നതുകൊണ്ട് ഉദ്ദേശം. തിന്മ ഉപേക്ഷിക്കാന്നല്ല, മറിച്ച് ഇജ്തിനാബ് തിന്മ അകറ്റി നിർത്തുക. അത് വേറെ തന്നെ അർത്ഥമാണ്. തിന്മ അകറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ നീ ചെയ്യാതിരിക്കൽ മാത്രമല്ല, മറിച്ച് തിന്മയുടെ സ്ഥലങ്ങളിൽ നിന്ന് നീ അകന്നു നിൽക്കുക, തിന്മ ചെയ്യുന്നവരിൽ നിന്ന് നീ അകന്നു നിൽക്കുക. അത് കേവലം ഉപേക്ഷിക്കുക എന്ന് പറയുന്നതിനേക്കാൾ നല്ല അർത്ഥമാണ്. വജ്തിനാബി നവാഹീഹി, അള്ളാഹുവിൻ്റെ വിലക്കുകൾ നീ അകറ്റി നിർത്തുക, വിദൂരത്തേക്കാക്കുക. അള്ളാഹു ഒരു കാര്യം വിലക്കിയാൽ അത് നീ വളരെ വിദൂരത്തേക്ക് അകറ്റി, നിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാതിരിക്കുക. കൽപ്പനകൾ അള്ളാഹു പറഞ്ഞാൽ ഇംതസിൽ, നീ ഉടനെ അനുസരിക്കുക. അള്ളാഹു ഒരു കാര്യം വിലക്കിയാൽ നീ അതിൽ നിന്ന് അകന്നു നിൽക്കുക. ഇതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. ഇതാണ് ആദ്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാൻ ഒന്ന് രണ്ട് പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ പാഠം, സഹോദരങ്ങളെ, ഇബാദത്ത് എന്നതിൻ്റെ മഹത്വമാണ്, അതിൻ്റെ പ്രാധാന്യമാണ്, ഇസ്ലാമിൽ അതിനുള്ള സ്ഥാനമാണ്. ഒന്നാമത്തെ പാഠം അതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയാകട്ടെ മനുഷ്യരെയാകട്ടെ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ ഞാൻ അവരെ പഠിച്ചിട്ടില്ല. ഇബാദത്തിൻ്റെ
പ്രാധാന്യം നിങ്ങൾക്കിത് മനസ്സിലാവും. നിന്നെ അള്ളാഹു പടച്ചത് ഇബാദത്തിന് വേണ്ടിയാണ്. നിന്നെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അതിനാണ് അള്ളാഹു നിന്നെ പഠിച്ചത്. എന്തിനാണ് നിന്നെ സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അതാണ്. നിന്റെ ജീവിതം നീ തിരിഞ്ഞു നോക്കുക. നിന്റെ ലക്ഷ്യം എന്താണ്? ആളുകളിൽ നിന്ന് ചോദിക്കുക, നിങ്ങളുടെ ഡ്രീം എന്താണ്? നിങ്ങളുടെ സ്വപ്നം എന്താണ്? നീ എന്തായിത്തീരണം? ഒന്നാമത്തെ ലക്ഷ്യം ഇതാണ്, നീ അള്ളാഹുവിൻ്റെ അബ്ദാവുക, അള്ളാഹുവിൻ്റെ അടിമയാവുക. അതിനാണ് അള്ളാഹു നിന്നെ പഠിച്ചിരിക്കുന്നത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. മരണത്തെയും ജീവിതത്തെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, നമ്മൾ ഇരിക്കുന്ന ഓരോരുത്തരും, ബുദ്ധിയെത്തിയ ഏതൊരു മനുഷ്യനും നമ്മെ അള്ളാഹു പഠിച്ചിരിക്കുന്നത് അവനെ ഇബാദത്ത് ചെയ്യാനാണ്. അതാണ് നമ്മുടെ സൃഷ്ടിപ്പിനു പിന്നിലുള്ള ലക്ഷ്യം. അതുകൊണ്ടാണ് നോക്കൂ, ദീനുമായി ബന്ധപ്പെട്ട ഏതു കാര്യങ്ങളും ഇത് കാണാം. ഉലമാ ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞതായി ഫത്ഹുൽ മജീദിൽ കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത്, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന കലിമത്ത് തൗഹീദ്, അതിനു വേണ്ടിയാണ് നബിമാർ അയച്ചത്, അതിനുവേണ്ടിയാണ് കിതാബുകൾ അവതരിപ്പിച്ചത്, അതിനുവേണ്ടിയാണ് അള്ളാഹു ജിഹാദ്, ഒരു മനുഷ്യനെ വധിക്കുക എന്നുള്ളത് അള്ളാഹു അനുവദിച്ചത് അതിനുവേണ്ടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനു വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ ലഅൻ തകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, അള്ളാഹുവിൻ്റെ വചനം ഉന്നതമാവുക, അതിനുവേണ്ടിയാണ്. അതുവരെ അള്ളാഹു അനുവദിച്ചത് ഒരു മനുഷ്യൻ്റെ രക്തം ചിന്താന്നുള്ള അള്ളാഹു അനുവദിച്ചത് എന്തിനു വേണ്ടിയാണ്? നിൻ്റെ ദേശത്തിനു വേണ്ടിയല്ല, നിന്നോട് എന്തെങ്കിലും അതിക്രമം ചെയ്തതിനല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനു വേണ്ടിയാണ്. അതാണ് എല്ലാത്തിൻ്റെയും പിറകിലുള്ള ലക്ഷ്യം. ആകാശ ഭൂമികളെ പഠിച്ചത് എന്തിനാണ്? അതിനുവേണ്ടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിറവേറ്റാൻ വേണ്ടിയാണ്. അപ്പോൾ ഇബാദത്ത് എന്നത്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നത്, അതിൻ്റെ പ്രാധാന്യം ഇത്ര വലുതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു കാരണവശാലും ഈ അവസ്ഥ നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ലക്ഷ്യം എന്താ? ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജുമഅകളിൽ നമ്മൾ കേട്ടതുപോലെ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായി മരിക്കൂ എന്നല്ല അള്ളാഹു പറഞ്ഞത്. അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. നിങ്ങൾ മുസ്ലിമായി മരിക്കൂ എന്നാണോ? അല്ല. വലാ തമൂതുന്ന, നിങ്ങൾ മരിക്കരുത്, മരിക്കാൻ പാടില്ല. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമാണെങ്കിൽ അല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞാൽ മുസ്ലിമായി കൊണ്ടിരിക്കുക എന്നതാണ് നിൻ്റെ ലക്ഷ്യം. അള്ളാഹുവിൻ്റെ അബ്ദാവുക, അള്ളാഹുവിൻ്റെ അടിമയാവുക എന്നതായിരിക്കണം നിൻ്റെ ലക്ഷ്യം. അവന് ഇബാദത്ത് ചെയ്യുക, അതിനുവേണ്ടിയാണ് അള്ളാഹ് നിന്നെ പഠിച്ചത്. അവന് ഖാലിഖാണ്, ആകാശ ഭൂമികളെ പഠിച്ചവനാണ്. അവൻ്റെ അടിമയാകുന്നതിന്, അവൻ്റെ അബ്ദാകുന്നതിന് നിനക്കെന്ത് തടസ്സമുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അവിടുന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ കഴുതപ്പുറത്ത് പിറകിലിരുത്തിക്കൊണ്ട് യാത്ര ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്നേഹിച്ചിരുന്ന സഹാബിമാരിൽ ഒരാളാണ് മുആദ് ഇബ്നു ജബൽ. അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക യാ മുആദ്. അങ്ങനെ മുആദിനോട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സത്യം മുആദ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച സഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് ചോദിക്കുകയാണ് റളിയല്ലാഹു അൻഹു, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്. മുആദ്, നിനക്കറിയുമോ അള്ളാഹുവിന് അവൻ്റെ അടിമകളുടെ മേലുള്ള അവകാശം എന്താണ് എന്ന്? നിൻ്റെ മേൽ അള്ളാഹുവിനുള്ള അവകാശം എന്താണ് എന്ന് നിനക്കറിയുമോ? ഇത് പറഞ്ഞാൽ അവകാശം എന്ന് പറഞ്ഞാൽ നിനക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി എന്നല്ല, നിർബന്ധമായി കൊടുത്തിരിക്കണം. ഇത് അള്ളാഹുവിൻ്റെ അവകാശമാണ്, അവന് അർഹതയുള്ള കാര്യമാണ്. അവനല്ലാതെ മറ്റൊരാൾക്ക് അതിന് അർഹതയില്ല. അദ്ദേഹം പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അള്ളാഹുവിനും എൻ്റെ റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക. അപ്പം മുആദ് റളിയല്ലാഹു അൻഹു എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅൻ. അള്ളാഹുവിന് അവൻ്റെ ദാസന്മാർക്കു മേലുള്ള അവകാശം എന്നാൽ അൻ യഅ്ബുദൂഹു, അതാണ് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നത്. വലാ യുശ്രികൂ ബിഹി ഷൈഅൻ, അള്ളാഹുവിൽ യാതൊന്നിനെയും ഒരു വസ്തുവിനെയും അവർ പങ്കുചേർക്കാതിരിക്കുക എന്നതാണ്. ഇബാദത്ത് എന്നത്
അതിൻ്റെ പ്രാധാന്യം ആണ് ഈ പറഞ്ഞതിൽ ഒന്നാമത് പഠിക്കേണ്ട പാഠം. രണ്ടാമത്തെ കാര്യം സഹോദര, ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ പക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ 2 നിബന്ധനകളുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പാഠങ്ങളാണിതൊക്കെ. ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിന് 2 നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ നിബന്ധന ഏതാണ്? ഇഖ്ലാസാണ്. ഇത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്തതായിരിക്കണം. വേറെ ഒരാൾക്കും ഇതിൽ പങ്കുണ്ടാകാൻ പാടില്ല. നമുക്ക് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശുദ്ധമായ പാലിനെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? ലബനൻ ഖാലിസൻ. ഇഖ്ലാസ് എന്ന വാക്ക് മനസ്സിലാക്കാൻ അത് സഹായിക്കുന്നതാണ്. മിൻ ബൈനി ദമിൻ വഫർസിൻ ലബനൻ ഖാലിസൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കൊണ്ടുവരുന്ന പാൽ എങ്ങനെയുള്ളതാണ്? അകിടിൽ നിന്ന് കിട്ടുന്നത്. ആ പശുവിൻ്റെ ശരീരത്തിൽ എന്തൊക്കെയുണ്ട്? രക്തമുണ്ട്, ചാണകമുണ്ട്. ഇത് രണ്ടും അതിൻ്റെ വയറ്റിലുണ്ട്. വയറ് തുറന്നു നോക്കിയാൽ രക്തവും ലഭിക്കും, ചാണകവും ലഭിക്കും. പക്ഷെ അവക്കിടയിൽ നിന്നാണ് ലബനൻ ഖാലിസൻ, ശുദ്ധിയുള്ള പാൽ വരുന്നത്. നിങ്ങൾ പാൽ നോക്കൂ, അതിന് രക്തത്തിൻ്റെ നിറത്തിൻ്റെ എന്തെങ്കിലും ഒരു ലാഞ്ചനയുണ്ടോ? ഇല്ല. രക്തത്തിൻ്റെ മണമുണ്ടോ? അതിന് ഇല്ല. അതിന് രക്തത്തിൻ്റെ രുചിയുണ്ടോ? ഇല്ല. ചാണകത്തിൻ്റെ മണമോ രുചിയോ ഉണ്ടോ? അതിന് ഇല്ല. ഇവ രണ്ടിനും ഇടയിൽ നിന്ന് ശുദ്ധമായ വെള്ള നിറത്തിലുള്ള പാൽ പുറത്തേക്ക് വരുന്നു. അതിൻ്റെ രുചി വൃത്തിയുള്ളതാണ്, അതിൻ്റെ മണം നല്ലതാണ്, അതിൻ്റെ നിറവും വൃത്തിയുള്ളതാണ്. ഇത് ലബനുൻ ഖാലിസ്, പരിശുദ്ധമായ പാലാണ്. ഇതുപോലെയായിരിക്കണം അമലുകൾ. അമലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ളതായിരിക്കണം. സൃഷ്ടികളിൽ ഏതെങ്കിലും ഒരാൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പങ്കുണ്ടാകരുത്. യാതൊരു നിലക്കുള്ള കലർപ്പും അതിൽ കയറിക്കൂടാൻ പാടില്ല. ശുദ്ധിയുള്ള പാലായിരിക്കണം. അതാണ് ലബനുൻ ഖാലിസ്. അതേപോലെയാണ് അമലുൻ ഖാലിസ്. ഒന്നാമത്തെ കാര്യം, അമലുകൾ സഹോദര അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതായിരിക്കണം. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവരോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യം എന്താണ്? അള്ളാഹുവിന് ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യുക എന്നതാണ്. വെറുതെ ഇബാദത്തല്ല, മുഖ്ലിസീൻ, അള്ളാഹുവിന് മാത്രം. ഇബാദത്താണോ അള്ളാഹുവിന് മാത്രം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ നിബന്ധന എന്താണ്? ഇത് രണ്ടാമത്തെ ഇത്തിബാഅൻ. രണ്ടാമത്തെ നിബന്ധന ഇത്തിബാഅൻ. ഇബാദത്ത് ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടായിരിക്കണം. എല്ലാ കാര്യത്തിലും, ഏതൊരു കാര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന രൂപമായിരിക്കണം, എണ്ണമായിരിക്കണം. പ്രത്യേകത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതായിരിക്കണം. ഏതെങ്കിലും ഒരു പ്രത്യേക സമയമാണെങ്കിൽ അത് അവിടുന്ന് കാണിച്ചു തന്നതായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചു തന്ന വിധത്തിലല്ലാതെ അവിടുത്തെ ഇബാദത്ത് ചെയ്യരുത്. ഈ രണ്ടിലേതെങ്കിലും ഒരു നിബന്ധന പാളിപ്പോയാൽ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇഖ്ലാസ് ഇല്ലാതെയായാൽ അമൽ ഒന്നല്ലെങ്കിൽ റിയാ ഉള്ളതാകും, ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ളതാകും, അല്ലെങ്കിൽ ഷുഹറത്തിന് വേണ്ടിയുള്ളതാകും, പ്രസിദ്ധിക്ക് വേണ്ടിയുള്ളതാകും, അല്ലെങ്കിൽ സുമഅത്തിന് വേണ്ടിയുള്ളതായിരിക്കും. ആളുകളുടെ ഇടയിൽ നല്ല പേര് കിട്ടുക, ആൾക്കാർ കാണണമെന്ന് ആഗ്രഹമില്ല. പക്ഷെ ഇന്ന നാട്ടിൽ ഒരുത്തനുണ്ട്, ഭയങ്കര നിസ്കാരക്കാരനാണ്, ഭയങ്കര ഇബാദത്തുള്ള ആളാണ്, ഇങ്ങനെ ആളുകൾ പറയുന്നത് കേൾക്കാനുള്ള ആഗ്രഹം. ഇതൊന്നും ഇബാദത്തിൽ കയറിക്കൂടാൻ പാടില്ല. അതിനേക്കാൾ വലുതാണ് അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് കൊണ്ട് നേർക്കുനേരെ അള്ളാഹു അല്ലാത്ത ഇബാദത്ത് ചെയ്യാന്നുള്ളത്. അത് നേർക്ക് ഇസ്ലാമിന് പുറത്തു പോകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇത്തിബാഇന് വിരുദ്ധമാകുന്നത് എന്താണ്? ഇത്തിബാഇന്റെ നേരെ ഓപ്പോസിറ്റ് ബിദ്അത്താണ്, അല്ലെങ്കിൽ ഇബ്തിദാഅൻ, ദീനിൽ പുതിയ കാര്യമുണ്ടാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ കൽപ്പനയില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ഈ ദീനിൽ പ്രവർത്തിച്ചാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അപ്പം രണ്ടാമത്തെ പാഠമാണ്. മൂന്നാമത്തെ പാഠം നോക്കൂ നിങ്ങൾ, കിതാബിൽ എന്താ ഉള്ളത്? ത്വാഅതുഹു ബിംതിസാലി അവാമിരിഹി വജ്തിനാബു നവാഹി. ഇബാദത്തിൻ്റെ 2 വശങ്ങളാണിത്. ഒന്ന് ഇംതിസാലുൽ അവാമിർ, അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റുക. ഇപ്പം ഇബാദത്തുകളിൽ ചിലത് പണ്ഡിതന്മാർ പറഞ്ഞു ഇബാദത്തുൻ ഫിഅലിയ്യ, മനുഷ്യൻ പ്രവർത്തിക്കേണ്ട ഇബാദത്തുകളാണ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഇതൊക്കെ മനുഷ്യർ പ്രവർത്തിക്കേണ്ട ഇബാദത്തുകളാണ്, ചെയ്യണം. രണ്ടാമത്തേത് വജ്തിനാബി നവാഹീഹി, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ്.
അത് ഇബാദത്താകണം. അതിനാണ് ഇബാദത്തുൻ തർക്കിയ എന്ന് പറയുക. അതായത് പറയാം ഇബാദത്തുൻ തർക്കിയ. ഒന്ന് ഇബാദത്തുൻ ഫിഅലിയ. ഫിഅലിയ എളുപ്പമാണ്, അറബി അറിയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇബാദ ഫിഅലിയ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട ഇബാദത്ത്. ഇബാദത്തുൻ തർക്കിയ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കേണ്ട ഇബാദത്ത്. അപ്പം അള്ളാഹു വിലക്കിയ കാര്യം ഉപേക്ഷിക്കുന്നത് ഇബാദത്താണ്. പക്ഷെ അതിന് പ്രതിഫലം കിട്ടണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. ഇപ്പം നോക്കൂ, നിങ്ങളിവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ എത്ര ഹറാമുകൾ ഉപേക്ഷിക്കുന്നുണ്ട്? എണ്ണിയാലൊടുങ്ങാത്ത ഹറാമുകൾ ഉപേക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ മോഷ്ടിക്കുന്നില്ല, മോശമായ കാഴ്ചകൾ കാണുന്നില്ല, വിചാരം, പലിശ. ഇവിടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എണ്ണമില്ലാത്ത തിന്മകളുണ്ട്. ഇതിനൊക്കെ നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടോ? പണ്ഡിതന്മാർ പറഞ്ഞു, ഇബാദത്തുൻ തർക്കിയ, ഒരു മനുഷ്യൻ ഉപേക്ഷിക്കുന്ന ഇബാദത്തുകൾ അതിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ 2 നിബന്ധനകൾ അതിലുണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം അൽ ഖസ്ദ്, ഉദ്ദേശമുണ്ടായിരിക്കണം. ഒരു തിന്മ ഉപേക്ഷിക്കാൻ അവൻ ഉദ്ദേശിക്കണം. ഉദാഹരണത്തിന് ഒരു മനുഷ്യൻ, 2 ആളുകൾ, നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. 2 ആളുകൾ ബസ്സിൽ യാത്ര ചെയ്യാൻ. ഒരു മനുഷ്യൻ, അവൻ പഴയ കാലത്ത് വലിയ മദ്യപാനിയായിരുന്നു. രണ്ടാമതൊരാൾ മദ്യം രുചിച്ചിട്ടേ ഇല്ല. ഈ ബസ് ഏതെങ്കിലും ഒരു മദ്യഷാപ്പിൻ്റെ മുൻപിൽ നിർത്തിയെന്ന് വിചാരിക്കുക. ഇതുവരെ മദ്യപിക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മദ്യഷാപ്പ് കാണുന്നത് അവനിൽ യാതൊന്നും ഒരു ചിന്ത ഉണ്ടാക്കുന്നില്ല. അവൻ ചിലപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതന്നെ ഉണ്ടാവില്ല, അങ്ങനെ വായിച്ചു പോകുന്നേ ഉണ്ടാവും. എന്നാൽ മദ്യം ഉപേക്ഷിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഇത് പോയി കുടിക്കാനുള്ള ആഗ്രഹം തിരിച്ചു വരും. അപ്പോൾ ആ സന്ദർഭത്തിൽ അവൻ ഉദ്ദേശത്തോടുകൂടി, ഇല്ല ഞാൻ മദ്യപിക്കാൻ പാടില്ല, അള്ളാഹു അത് വിലക്കിയ കാര്യമാണ്, അള്ളാഹു ഹറാമാക്കിയ കാര്യമാണ്, അങ്ങനെ ഉദ്ദേശത്തോടുകൂടി അവൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങാതെ സ്വന്തം ശരീരത്തെ പിടിച്ചു വച്ചാൽ അത് ഇബാദത്താണ്. മനസ്സിലായി പറഞ്ഞത്? അല്ല, അപ്പോഴാണ് അത് ഇബാദത്താകുന്നത്. കാരണം അവിടെ ഉദ്ദേശം വന്നു. ഉദ്ദേശമില്ലെങ്കിൽ ഗഫ്ലത്തിലാണ്. നമ്മളിപ്പോൾ ഗഫ്ലത്തിലായിട്ടുള്ള അനേകം തിന്മകളുണ്ട്. ഇപ്പോൾ പല തിന്മകളുണ്ട്. ഒരു മനുഷ്യനെ ഉപദ്രവിക്കുക, ആൾക്കാരുടെ ദുൽമ ചെയ്യുക, പലിശ ഭക്ഷിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു വിചരിക്കുക. ഇതൊന്നും ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ഒരാൾ, അത് വേറെ കാര്യത്തിലാണ്, ആ തിന്മയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം അൽ ഖസ്ദ്, ഉദ്ദേശമുണ്ടായിരിക്കണം. അപ്പോൾ ഒരു തിന്മ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം മുന്നിൽ വന്നിട്ട് അവൻ ഉപേക്ഷിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്, അത് ഇബാദത്താണ്. അപ്പോൾ ഉപേക്ഷിക്കുന്നതിനും പ്രതിഫലം ആ സമയത്ത് കിട്ടും. നോമ്പ് നോൽക്കുന്നു, വിശപ്പ് കഠിനമായി, ഭക്ഷണം മുന്നിലെത്തി, അവൻ ഭക്ഷണം കഴിച്ചില്ല, ആഗ്രഹമുണ്ടായിട്ടും കഴിച്ചില്ല, അതിന് പ്രതിഫലമുണ്ട്, ആ ഉദ്ദേശത്തിന് പ്രതിഫലമുണ്ട്. അതുപോലെ തന്നെ നോമ്പിൻ്റെ തുടക്കത്തിൽ ഫജറിന് മുൻപ് അവൻ നിയ്യത്ത് വെക്കാണ്, ഇന്ന് മഗ്രിബ് നിസ്കാരം വരെ ഞാൻ ഭക്ഷണം കഴിക്കില്ല, വെള്ളം, അത് ഉദ്ദേശമാണ്, അതിന് പ്രതിഫലമുണ്ട്. എന്നാൽ ഒരു ഉദ്ദേശമില്ലാതെ ഒരാൾ ഒരു കാര്യം പ്രവർത്തിച്ചാൽ അതിന് പ്രതിഫലമുണ്ടാവുകയില്ല. രണ്ടാമത്തെ കാര്യം അൽ ഇഖ്ലാസ്, അവൻ ഈ പറഞ്ഞ തിന്മ ഉപേക്ഷിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അവൻ്റെ ശരീരത്തിന് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകും, നാട്ടുകാരുടെ ഇടയിൽ നാണക്കേടുണ്ടാകും, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാകരുത്. ഇത്തരം കാരണങ്ങൾ ഒരാൾക്ക് ഭാഗികമായി ഉണ്ടായേക്കാം, പക്ഷെ അടിസ്ഥാനപരമായ കാരണം അതാകരുത്. ഒരാൾക്ക് ഇത്തരം കാരണങ്ങൾ ഭാഗികമായി ഉണ്ടായേക്കാം, പക്ഷേ അതാകരുത് അയാളുടെ അടിസ്ഥാനപരമായ കാരണം. ഒരാൾക്ക് ഉദാഹരണത്തിന് മദ്യം കഴിക്കുന്നത് ഉപേക്ഷിക്കുന്നത് അതിലെ ശാരീരികമായ ഉപദ്രവങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ്. അത് തെറ്റായ കാര്യമല്ല, പക്ഷെ അതിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ എന്തു വേണം? അള്ളാഹുവിനെ ഉദ്ദേശിക്കണം. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഒരാൾ മദ്യം ഉപേക്ഷിക്കുന്നു, അത് ഉപേക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവൻ്റെ ശരീരത്തിന് ഉപദ്രവം ഉണ്ടാകരുത്, പ്രയാസം ഉണ്ടാകരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അങ്ങനെ ചെയ്താൽ അവൻ കുറ്റക്കാരനാണോ? അല്ല, കുറ്റക്കാരനല്ല. പക്ഷെ അതിനവന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ അതൊരു ഇബാദത്തായി മാറണമെങ്കിൽ അതിന് ഇഖ്ലാസ് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ഈ പറഞ്ഞതിനുള്ള സൂചനകൾ കാണാം. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്നതി ലിമൻ തറക്കൽ മിറാ വഇൻ കാന മുഹിഖൻ. ഒരു മനുഷ്യൻ
അവൻ്റെ ഭാഗത്ത് ന്യായമുണ്ടായിട്ടും തർക്കം ഉപേക്ഷിക്കുകയാണെങ്കിൽ അവന് ഞാൻ സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകുന്നതാണ്. നോക്കൂ, അവിടെ തർക്കം നടത്താനുള്ള എല്ലാ കാരണങ്ങളും അവൻ്റെ മുന്നിലുണ്ട്. അവന് അർഹതയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാദിച്ച് ജയിക്കാൻ സാധിക്കും. പക്ഷെ അവൻ തർക്കം അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കാൻ വെറുതെ ഇപ്പം നമ്മളിപ്പോൾ ഇരിക്കുന്ന സമയത്ത് എത്ര തർക്കം നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ട്? ഇതിനൊക്കെ പ്രതിഫലമുണ്ടോ? ഇല്ല. നമ്മൾ തർക്കിക്കണ്ട എന്ന പ്രത്യേക ഉദ്ദേശത്തിലല്ല ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ തർക്കിക്കാൻ മുന്നിലൊരു സാഹചര്യം വന്നെത്തുകയും എന്നിട്ട് ആ സന്ദർഭത്തിൽ അതിന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ പ്രതിഫലമുണ്ട്. അതേ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്നതി ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹൻ. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ തമാശക്ക് പോലും കളവ് പറയുന്നത് ഉപേക്ഷിച്ചാൽ, നോക്കൂ, തമാശക്ക് വേണ്ടിയിട്ടാണെങ്കിലും കളവ് പറയുന്നത് ഉപേക്ഷിച്ചാൽ, ഉദാഹരണത്തിന് നീ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആൾക്കാർ അത്രങ്ങ് ചിരിക്കുന്നില്ല. അപ്പോൾ അതിൽ കൂടുതലായ എന്തെങ്കിലും കഥയും കൂടി കൂട്ടിച്ചേർത്താൽ ആൾക്കാർ ചിരിക്കും നിനക്ക് തോന്നിയാൽ നീ ചിലപ്പോൾ അതിലേക്ക് 1-2 കാര്യങ്ങൾ കൂട്ടിച്ചേർത്തേക്കാം. അപ്പോൾ നീ ഇത് കാര്യം ഓർക്കണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയുന്നത് ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാർ ചിരിച്ചിലും വെള്ളേ പറഞ്ഞ് ഒക്കെ പറയാൻ പാടുള്ളൂ. അങ്ങനെ നീ ബോധപൂർവം കളവ് പറയുന്നത് മാറ്റിവെച്ചാൽ നിനക്ക് പ്രതിഫലമുണ്ട്. കുറേ ആൾക്കാരെ കുറേ കാലം കഴിഞ്ഞിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകം പ്രതിഫലമുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ 7 ആളുകൾ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് തണൽ വിരിക്കുന്ന 7 ആളുകൾ, അതിലൊരാളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമിൻഹും റജുലുൻ ദഅത്ഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ഒരു മനുഷ്യൻ അവനെ തറവാടിത്തമുള്ള ഭംഗിയുള്ള ഒരു സ്ത്രീ വൃത്തികേട് ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചു. നമുക്ക് അവിടെ തിന്മ ഉപേക്ഷിക്കാൻ പല വഴികളുണ്ട്. ഒന്ന്, ഈ സ്ത്രീ തറവാടിത്തമുള്ള സ്ത്രീയുടെ പ്രത്യേകത, അവൾ വ്യഭിചരിച്ചാൽ തന്നെ ഇത് പുറത്തു പറയില്ല. അപ്പം ഇവൻ്റെ തിന്മ രഹസ്യമായി നിലകൊള്ളുമെന്ന ഉറപ്പ് അവനുണ്ട്. രണ്ടാമത്തെ കാര്യം ജമാൽ, അവൾക്ക് ഭംഗിയുണ്ട് കാണാൻ. ഒരു മനുഷ്യൻ ഒരു സ്ത്രീ വിചാരത്തിന് ക്ഷണിച്ചു, പക്ഷെ അവൻ അതിലേക്ക് ചെന്നില്ല. അതിന് കാരണം എന്താ? അവൾ ചിലപ്പോൾ നാളെ ബംഗാനും പുറത്തു പറഞ്ഞിട്ട് ഞാൻ നാണം കെടുന്നൊരവസ്ഥ ഉണ്ടായേക്കാം എന്നു കരുതിയാൽ ശരി, നേരത്തെ പറഞ്ഞ പോലെ അവന് അതിൻ്റെ പേരിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അവന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ എന്തു വേണം? അവൻ അള്ളാഹുവിനെ ഉദ്ദേശിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. തറവാടിത്തവും ഭംഗിയുമുള്ള ഒരു സ്ത്രീ ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ അവൻ പറയാൻ, ഞാൻ അള്ളാഹുവിനെ പേടിക്കുകയാണ് എന്നു പറഞ്ഞവൻ മാറി നിന്നാൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തതുപോലെ അങ്ങനെ മാറി നിന്നാൽ അവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് 7 ആളുകൾ സ്വർഗം അള്ളാഹു അർശിൻ്റെ തണൽ നൽകുന്ന 7 ആളുകളിൽ അവൻ ഉൾപ്പെടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാം. ഇതാണ് ആ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഫഇൻ ഖീല ഫമാ അൻവാഉൽ ഇബാദ അല്ലതി ലാ തസ്ലുഹു ഇല്ലാ ലില്ലാഹ്. ഫഇൻ ഖീൽ, നിന്നോട് ചോദിക്കുകയാണ്, ഒരാൾ ചോദിക്കാന്ന് വിചാരിക്കുക, ഫമാ അൻവാഉൽ ഇബാദ, ഇബാദത്തിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? അല്ലതി ലാ തസ്ലുഹു ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിനല്ലാതെ മറ്റൊരാൾക്കും നൽകുന്നത് ശരിയാകാത്ത, അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഇബാദത്തുകളുടെ ഇനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിന്നോട് ഒരാൾ ചോദിച്ചാൽ, ഖുൽതു, അല്ലെങ്കിൽ ഖുൽത, നീ പറയണം, മിൻ അൻവാഇഹ, ഇബാദത്തിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് അദ്ദുആഉ വൽ ഇസ്തിആനതു. അദ്ദുആ, ദുആ നിങ്ങൾക്കറിയില്ലേ? അല്ലേ, അള്ളാഹുവിൻ്റെ ഇബാദത്തിൽപ്പെട്ടതാണ് ഏത്? ഒന്ന് അദ്ദുആ, ദുആ, പ്രാർത്ഥന. വൽ ഇസ്തിആനതു, ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ സഹായത്തേട്ടം. വൽ ഇസ്തിഗാസതു, ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ കഠിനമായ ഘട്ടങ്ങളിൽ പ്രയാസം കടുക്കുന്ന സന്ദർഭങ്ങളിൽ സഹായം ചോദിക്കുക, അതാണ് ഇസ്തിഗാസ എന്ന് പറയാം. വദബ്ഹുൽ ഖുർബാൻ, അതുപോലെ തന്നെ ബലികർമ്മം. ദബ്ഹ് എന്നാണ് അറവ്, അൽ ഖുർബാൻ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ബലികർമ്മം. വദബ്ഹു അൽ ഖുർബാൻ, ഖുർബാൻ എന്ന് പറഞ്ഞാൽ ബലിമൃഗത്തിന് പറയുന്ന വാക്കാണ്. വന്നദ്റു, നദർ നേർച്ച, ബാക്കി അർത്ഥം പറയാം. വൽ ഖൗഫു, എന്താ ഖൗഫ് എന്ന് പറഞ്ഞാൽ പേടി. വറജാഉ, പ്രതീക്ഷ. വത്തവക്കുലു,
തവക്കുൽ ഭരമേൽപ്പിക്കൽ. വൽ ഇനാബത്തു, ഇനാബത്ത് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുക. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം പിന്നെ നമുക്ക് പറയാം. ചില വാക്കുകൾക്ക് ഒറ്റവാക്ക് പറയൽ പ്രയാസമാണ്. വൽ മഹബ്ബത്തു സ്നേഹം, വൽ ഖശ്യത്തു അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അവനെ ഭയക്കുക, അതാണ് ഖശ്യത്ത് എന്ന് പറയുന്നത്. വറഗ്ബത്തു വറഹ്ബത്തു, റഗ്ബത്ത് റഹ്ബത്ത് അതൊരു തരത്തിലുള്ള പേടിയും പ്രതീക്ഷയുമാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം പിന്നെ പറയാം. വത്തഅല്ലുഹു, തഅല്ലുഹ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഇലാഹായി നിശ്ചയിക്കുക, അത് ഇബാദത്താണ്. ഇബാദത്ത് ചെയ്യുക, മൊത്തത്തിൽ ഇബാദത്ത് ചെയ്യുന്ന തഅല്ലുഹ് എന്ന് പറയാം. അതുപോലെ തന്നെ സ്നേഹത്തിനും തഅല്ലുഹ് എന്ന് പറയും. വറുകൂഉ വസ്സുജൂദു, റുക്കൂ തന്നെ, സുജൂദ് സുജൂദ് തന്നെ. വൽ ഖുശൂഉ, ഖുശൂഉ എന്താ? ഖുശൂ ഭയഭക്തി, നിസ്കാരത്തിൽ മക്കളെ അടക്കവും ഒതുക്കവും, അതാണ് ഖുശൂഉ എന്ന് പറയുന്നത്. വത്തദല്ലുൽ, തദല്ലുൽ താഴ്മ, ദുല്ല് കാണിക്കുക. ദുല്ല് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ദുല്ല് എന്ന് പറഞ്ഞാൽ അപമാനം എന്നറിയും. ഒരു മനുഷ്യന് ദുല്ലുണ്ടാവുക എന്ന് പറഞ്ഞാൽ, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലുള്ള അങ്ങേറ്റത്തെ താഴ്മക്കും വിനയത്തിനും തദല്ലുൽ എന്ന് പറയും. അതുപോലെ തഅദീം, തഅദീം മഹത്വപ്പെടുത്തുക, ആദരവ് കാണിക്കുക, അതാണ് തഅദീം. അല്ലദീ ഹുവ മിൻ ഖസാഇസി അൽ ഉലൂഹിയ്യ, ഇതൊക്കെ അള്ളാഹുവിന് മാത്രം നൽകേണ്ട ഉലൂഹിയത്തിൻ്റെ പ്രത്യേകതകൾ, അള്ളാഹ് ഇലാഹിന് മാത്രം നൽകേണ്ട പ്രത്യേകമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പം ഇതൊക്കെ ഇബാദത്തിൻ്റെ ഇനങ്ങളാണ്. നോക്കൂ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് പാഠങ്ങൾ. ഒന്നാമത്തെ കാര്യം നോക്കൂ, അദ്ദേഹം പറഞ്ഞു ഫമാ അൻവാഉൽ ഇബാദ അല്ലതി ലാ തസ്ലുഹു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ശരിയാവുകയുള്ളൂ, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ നൽകാൻ പാടുള്ളൂ. അത് ഒന്നാമത്തെ പാഠമാണ്. ഒരു കാര്യം ഇബാദത്താണോ അത് അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അർഹതപ്പെടുകയില്ല. അൽ ഇബാദത്തു ലാ തസ്ലുഹു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് എന്ന കാര്യം ഒരിക്കലും യോജിക്കുകയില്ല. അവനല്ലാതെ ഇബാദത്ത് ഒരിക്കലും നിർവഹിക്കുക എന്നത് ഒരു നിലക്കും യോജിക്കുകയില്ല. അത് അള്ളാഹുവിൻ്റെ ഹക്കാണ്, അവന് അർഹതപ്പെട്ട കാര്യമാണ്. ചില കിതാബുകൾ വന്നതുപോലെ فإن الله لا يرضى أن يشرك به أحد لا ملك مقرب ولا نبي مرسل. അള്ളാഹു ഒരിക്കലും അവനിൽ ഒരാളെയും പങ്കു ചേർക്കാൻ തൃപ്തിപ്പെടുകയില്ല. ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും. ചില ആളുകൾ പറയും നമ്മൾ ഇബാദത്ത് നബിനല്ലേ, നബിന് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലേ, പിന്നെ എങ്ങനെ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുക? ഇല്ല. ലാ മലക്കുൻ മുഖറബ് വല നബിയുൻ മുർസൽ, അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പം ലഭിച്ച ഒരു മലക്കാകട്ടെ, അതല്ലെങ്കിൽ അള്ളാഹു നിയോഗിച്ചയച്ച ഒരു റസൂലാകട്ടെ, അവരിൽ ഒരാൾക്കും ഒരു ഇബാദത്ത്, ഒരു മനുഷ്യന് ആയിരക്കണക്കിന് ഇബാദത്തുള്ള അതിൽ ഒരു ഇബാദത്ത്, ഒരു മനുഷ്യന് വർഷങ്ങൾ 1000 വർഷം ഇബാദത്ത്, അതിൽ ഒരു സെക്കൻഡ് ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് നൽകുക എന്നത് ദുനിയാവിലുള്ള സർവ്വ തിന്മകളെക്കാളും ഭീകരമാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഇബാദത്തിൽ എന്തെങ്കിലും ഒന്ന് നൽകുക എന്നുള്ളത് അള്ളാഹുവിന് അതിനേക്കാൾ കോപമുള്ള മറ്റൊരു തിന്മയില്ല. അവൻ ഏറ്റവും ദേഷ്യമുള്ള കാര്യം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അന അഗ്ന ശുറകാഇ അനി ശിർക്ക്, അള്ളാഹു പറഞ്ഞിരിക്കുന്നു പങ്കുചേർക്കപ്പെടുക എന്നതിൽ നിന്ന് പരിപൂർണമായും ഞാൻ പരിശുദ്ധനാണ്. വമൻ അമില അമലൻ അശ്റക ഫീഹി മഅയ ഗൈരി തറക്തുഹു വശിർകഹ, ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു പ്രവർത്തനം ചെയ്യുകയും അതിൽ ഏതെങ്കിലും ഒരാളെ പങ്കുചേർക്കുകയും ചെയ്താൽ, വേറൊരാൾക്ക് കൂടി ഒരു പങ്കുവെച്ചാൽ, തറക്തുഹു അവൻ്റെ ആ പ്രവർത്തനവും ഞാൻ തറക്തുഹു അവനെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, വശിർകഹു അവൻ പങ്കുചേർത്ത ആ പ്രവർത്തനത്തെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. അള്ളാഹ് അത് സ്വീകരിക്കുകയില്ല. ഒരു അമലും ശുദ്ധമായത് ഇബാദത്ത് ശുദ്ധമായി അള്ളാഹുവിന് നൽകുക എന്നതല്ലാതെ അവൻ ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. സഹോദരങ്ങളെ, നമ്മുടെ ഇബാദത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. റിയാ ആകട്ടെ, സുമഅത്താകട്ടെ, ആളെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുക, ഇതൊക്കെ വിചാരത്തെക്കാൾ ഗുരുതരമായ തിന്മയാണ്. അല്ലാത്തൊരു കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. ഒരു മനുഷ്യൻ അവൻ്റെ ഇബാദത്ത്, അതിൽ ഒരു ഇബാദത്ത് അല്ലാഹു അല്ലാത്ത ഒരാളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക എന്നത് വിചാരത്തെക്കാളും മോഷണത്തെക്കാളും ഒക്കെ ഗുരുതരമായ തിന്മയാണ്. ഷിർക്കുൽ അസ്ഗർ എന്നത് മറ്റു വൻപാപങ്ങളെക്കാൾ വലിയ തിന്മയാണ്, ചെറിയ കാര്യമല്ല.
ഇബാദത്ത് അള്ളാഹുവിന് മാത്രം. നോക്കൂ, അങ്ങനെയാണ് കാര്യമെന്നിരിക്കുക. ഒരാൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നു, ആ ഇബാദത്തിൽ ഒരു ചെറിയ പങ്കു നൽകുക എന്നതുപോലും, അവൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുക എന്നതുപോലും ഇത്ര ഗുരുതരമായ തിന്മയാണെങ്കിൽ ഒരാൾ അല്ലാത്തവരെ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഒരാൾ അള്ളാഹു അല്ലാത്തവർക്ക് ബലി അർപ്പിച്ചാൽ അവൻ്റെ സ്ഥിതി എന്തായിരിക്കും? അപ്പം ഇബാദത്ത് എന്നത് അള്ളാഹുവിൻ്റെ അവകാശമാണ്. അവന് മുന്നിലേ അങ്ങനെ ആവാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഒരു ഇബാദത്ത് നൽകാൻ അള്ളാഹു തൃപ്തിപ്പെടുകയില്ല, അള്ളാഹുവിൻ്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു ഇബാദത്ത് അവിടത്തേക്ക് സഹാബികളിൽ ഒരാൾ പോലും സമർപ്പിച്ചിട്ടില്ല. ഇന്ന് വലിയൻ്റെ മുൻപിൽ പോയി ആൾക്കാർ സുജൂദ് ചെയ്യുന്നു, വലിയനോട് സഹായം ചോദിക്കുന്നു. എന്തിന്? ചില ആൾക്കാർ പോയി പറയുന്നു ഇന്ന് വലിയാണ് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇവർ ഇന്ന് വലിയാണ് എന്ന് പറയുന്നവരെ കുറിച്ച് പറഞ്ഞു പരത്തുന്നതിൻ്റെ 10-1 പോലും, 100-1 പോലും, 1000-1 പോലും പറയപ്പെട്ടിട്ടില്ല. സഹാബികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഇബാദത്തിൻ്റെ യാതൊരു പങ്കും അള്ളാഹു അല്ലാത്തവർക്ക് നൽകുക എന്നത് അള്ളാഹു ഒരിക്കലും തൃപ്തിപ്പെടുകയില്ല. അത് നബിയാണെങ്കിലും മലക്കാണെങ്കിലും. പിന്നെ അതിൽ താഴെയുള്ള ആൾക്കാരുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു, മാ ഷാ അല്ലാഹു വശിഅത. മാ ഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ, വശിഅത നബിയെ അങ്ങും ഉദ്ദേശിച്ചാൽ. നോക്കൂ, അള്ളാഹു ഉദ്ദേശിക്കുക എന്നതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചാൽ എന്നത് വാക്കിലാണ് ആ സഹാബി ചേർത്ത് പറഞ്ഞത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ സഹാബി അള്ളാഹു ഉദ്ദേശിക്കുന്നത് പോലെ റസൂൽ ഉദ്ദേശിക്കുന്നു എന്ന് വിശ്വസിച്ചു നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, അവർ സഹാബിമാരാണ്, അവരൊരിക്കലും അങ്ങനെ വിചാരിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ പക്കൽ വന്ന പിഴവ് വാക്കിൽ, സംസാരത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും ഉദ്ദേശത്തിൻ്റെ കാര്യത്തിൽ ഒരുമിച്ച് പറഞ്ഞു. മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ, വശിഅത നബി അങ്ങും ഉദ്ദേശിച്ചാൽ. പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം രണ്ടാമതാണ് പറഞ്ഞത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, അജഅൽതനി വല്ലാഹ അദ്ലൻ, നീ എന്നെയും അള്ളാഹുവിനെയും തുല്യനാക്കുകയാണോ? നോക്കൂ, ഇന്ന് ആളുകൾ വലിയകളെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന വാക്കുകളിൽ നിന്ന് അത് അപേക്ഷിച്ചു നോക്കി ഇത് എത്ര നിസ്സാരമൊരു കാര്യമാണ്. അത് പറയുന്നത് ആരോടാണ്? അള്ളാഹുവിൻ്റെ റസൂലിനോടാണ് ഈ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനോടാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തിരിച്ചു പറഞ്ഞ മറുപടി എന്താ? നീ അള്ളാഹുവിനെ പോലെയാണ് ഞാനെന്ന് വിചാരിച്ചിട്ടുണ്ടോ? നീ അള്ളാഹുവിനെ പോലെ എനിക്ക് സമദീയത്തുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ തിരിച്ചു ചോദിക്കുകയാണോ ചെയ്തത്? അല്ല. അവിടുന്ന് പറഞ്ഞു, അജഅൽതനി വല്ലാഹ അദ്ലൻ, നീ എന്നെയും അള്ളാഹുവിനെയും ഒരുപോലെയാക്കുകയാണോ? ഖുൽ മാ ഷാ അല്ലാഹു വഹ്ദഹ്, നീ പറയുക അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് നീ പറയുക. അതല്ലെങ്കിൽ ചില ഹദീസുകൾ വന്നതുപോലെ മാ ഷാ അല്ലാഹ് സുമ്മ ഷാ ഫുലാൻ, അള്ളാഹു ഉദ്ദേശിച്ചാൽ പിന്നെ, സുമ്മ എന്ന് പ്രത്യേകം പറയണം, പിന്നീട് ഇന്ന ഒരാൾ ഉദ്ദേശിച്ചാൽ. ഏറ്റവും അഫ്ദലായ പ്രയോഗം മാ ഷാ അല്ലാഹു വഹ്ദഹ്, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചാൽ എന്ന് പറയലാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ഒരു കാര്യത്തിൽ വരെ, ഈ ഒരു ചെറിയ കാര്യത്തിൽ വരെ ഇത്ര ഗൗരവത്തിൽ അവിടുന്ന് പ്രതികരിച്ചിട്ടുണ്ട് എങ്കിൽ ഇക്കാലഘട്ടത്തിൽ ആളുകൾ പാട്ടായും മറ്റുമൊക്കെ പാടുന്ന കാര്യങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇതാണ് ഒന്നാമത്തെ പാഠം, ഇബാദത്ത്. ഇനി ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ ഓരോ ഇബാദത്തിന് തെളിവ് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഖുർആനിലോ സുന്നത്തിലോ ഒരു കാര്യം ഇബാദത്താണെന്ന് സ്ഥിരപ്പെട്ടാൽ പിന്നെ അത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകാൻ പാടില്ല. അതാണ് അസൽ, അതാണ് അടിസ്ഥാന നിയമം. ഒരു കാര്യം ഇബാദത്താണെന്ന് സ്ഥിരപ്പെട്ടോ എങ്കിൽ പിന്നെ അത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുക എന്നത് പാടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പാഠം, ഇബാദത്തുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, വമാ അൻവാഉൽ ഇബാദ, ഇബാദത്തിൻ്റെ ഇനങ്ങൾ എന്തെല്ലാമാണ്? ഇബാദത്തിൻ്റെ ഇനങ്ങൾ എന്തെല്ലാമാണ്? ഇബാദത്തിന് പണ്ഡിതന്മാർ പല രൂപത്തിൽ വേർതിരിച്ചിട്ടുണ്ട്, പല രൂപത്തിൽ അവർ അതിൻ്റെ ഇനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായി 3 ഇനങ്ങൾ നമുക്ക് പറയാം. ഒന്ന് ഇബാദത്തുൻ ളാഹിറ, ഇബാദത്തുൻ ബാത്തിന. ഒന്നാമത്തേതാണ്. ഇബാദത്ത് എവിടെയാണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇബാദത്തിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഇബാദത്തുൻ ളാഹിറ, പ്രകടമായ ഇബാദത്ത്. ഉദാഹരണം,
ആൾക്കാർ കാണാൻ പറ്റുന്നത് നിസ്കാരം, പിന്നെ സക്കാത്ത് ആൾക്കാരെ മുന്നിൽ നിന്ന് ചെയ്യണമെന്നല്ലേ ഞാൻ പറഞ്ഞത്. മനുഷ്യന് അവനവന് തന്നെയും പുറമേക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും. ഇപ്പം നിസ്കാരം പുറമേക്കുള്ള ഇബാദത്താണ്, അതുപോലെ സക്കാത്ത് പുറമേക്കുള്ള ഇബാദത്താണ്. അൽ അംറു ബിൽ മഅറൂഫ് നന്മ കൽപ്പിക്കുക എന്നുള്ളത്, അന്നഹ്യു അനിൽ മുൻകർ തിന്മ വിരോധിക്കുക എന്നുള്ളത്, അൽ ജിഹാദു ഫി സബീലില്ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്, ഇതൊക്കെ പുറമേക്ക് കാണാവുന്ന ഇബാദത്തുകളാണ്. ഇതൊക്കെയാണ് ഇബാദത്തുൻ ളാഹിറ. രണ്ട് ഇബാദത്തുൻ ബാത്തിന, ഹൃദയത്തിലുള്ള ഇബാദത്തുകൾ. ഉദാഹരണം പറഞ്ഞു നിയ്യത്ത്. വേറെ ഉദാഹരണം കേട്ടില്ല. തവക്കുൽ. മാഷാ അല്ലാഹ്. തവക്കുൽ എന്നത് ഹൃദയത്തിലാണ്, ഭരമേൽപ്പിക്കുക എന്നുള്ളത്. അതിൻ്റെ തവക്കുലിൻ്റെ പ്രധാന ഭാഗം ഹൃദയത്തിലാണ്. പിന്നെ ഖൗഫ്, ഭയം എന്നത് അത് അള്ളാഹുവിനോടുള്ള ഇബാദത്താണ്. വേറെ റജാ, പ്രതീക്ഷ, അത് അള്ളാഹുവിൻ്റെ ഇബാദത്ത്. വേറെ ഇബാദത്ത് ഹുബ്, അള്ളാഹുവിനുള്ള സ്നേഹം, അത് ഇബാദത്താണ്. രണ്ട് തരത്തിലുള്ള ഇബാദത്തുകളുണ്ട്. ഒന്ന് ഇബാദത്തുൻ ളാഹിറ, രണ്ട് ഇബാദത്തുൻ ബാത്തിന. പുറമേക്കുള്ള ഇബാദത്ത്, ഉള്ളിലുള്ള ഇബാദത്ത്. ഹൃദയത്തിലുള്ള ഇബാദത്തുകളാണ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളാണ് പൊതുവെ ശരീരം കൊണ്ടുള്ള ഇബാദത്തുകളേക്കാൾ അഫ്ദലായിട്ടുള്ളത്. പൊതുവെ ശരീരം കൊണ്ട് ചെയ്യുന്ന, അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളെക്കാൾ പൊതുവെ ശ്രദ്ധതയുള്ളത് ഏതിനാണ്? ഹൃദയം കൊണ്ടുള്ള ഇബാദത്തിനാണ്. എന്തുകൊണ്ട് ഞാൻ ഈ പൊതുവെ എന്ന് പറഞ്ഞത്? ഹൃദയം കൊണ്ടുള്ള ചില ഇബാദത്തുകളെക്കാൾ ശ്രേഷ്ഠമായ ഇബാദത്തുകൾ ചിലപ്പോൾ ഇതിലുണ്ടാവും, ളാഹിറായ ഇബാദത്തിലുണ്ടാവും. ഉദാഹരണത്തിന് നിസ്കാരം ചിലപ്പോൾ ഹൃദയത്തിലെ ചില ഇബാദത്തുകളെക്കാൾ ശ്രദ്ധതയുള്ളതായിരിക്കും. ഒരു കാര്യം അതാണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹൃദയം ശരിയാക്കുക, ഇസ്ലാഹുൽ ഖുലൂബ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പലരും ഇബാദത്തിൻ്റെ പുറമേക്കുള്ള രൂപം ശരിയാക്കുന്നത് നന്നായി ശ്രദ്ധിക്കാറുണ്ട്, അത് നല്ല കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹൃദയത്തിലെ ഇബാദത്ത് നന്നാകുന്നുണ്ടോ എന്നത്. ഹൃദയത്തിലെ അവസ്ഥ എന്താണ്, മുസ്ലിങ്ങളോടുള്ള സ്ഥിതി എന്താണ്, അവരോടുള്ള ചിന്ത എന്താണ്, അവരുടെ അസൂയുണ്ടോ, വെറുപ്പുണ്ടോ, വിദ്വേഷമുണ്ടോ, അള്ളാഹുവിനുള്ള സ്നേഹം എത്ര ശക്തമാണ്, ഭയം എത്ര ശക്തമാണ്, ഹൃദയം ഖുർആനായത്തുകൾ കേൾക്കുമ്പോൾ ഉറങ്ങിൽക്കുന്നുണ്ടോ, അല്ല കല്ലുപോലെ ഇരിക്കണോ. ഹൃദയത്തിൻ്റെ ഇബാദത്തുകളാണ് ശരീരാവയവങ്ങൾ കൊണ്ടുള്ള ഇബാദത്തുകളെക്കാൾ ശ്രദ്ധതയുള്ളത്. അല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞു ശരീരാവയവങ്ങൾ കൊണ്ടുള്ള ഇബാദത്തുകളിൽ ഹൃദയത്തിൻ്റെ പങ്ക് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രതിഫലം കുറയും. നിസ്കാരം മഹത്തരമായ ഇബാദത്താണ്. അതിൽ ഹൃദയം എത്രമാത്രം ചേർന്നു നിൽക്കുന്നോ അത്രയും അതിൻ്റെ പ്രതിഫലം കൂടുതലായിരിക്കും. രണ്ടാളുകൾ ഒരേ നിസ്കാരം നിർവഹിക്കുന്നു. ചിലപ്പോൾ ഒരാൾ കുറച്ചധികം സുദീർഘമായി നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ അവൻ നിസ്കാരത്തിൽ യാതൊരു ശ്രദ്ധയില്ല. മറ്റൊരാൾ അവൻ്റെ പകുതിയെ ചിലപ്പോൾ നിസ്കരിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷെ അവൻ നിസ്കാരത്തിൽ ചൊല്ലുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടിയാണ് ചൊല്ലിയിട്ടുള്ളത്. ഹൃദയ സാന്നിധ്യം അവനുണ്ടായിരുന്നു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഒരാൾ കുറച്ച് നിസ്കരിച്ചിട്ടുള്ളൂ, പക്ഷെ അവൻ്റെ ആ നിസ്കാരം ശ്രദ്ധയുള്ളതായിരുന്നു. ചിലപ്പോൾ സുദീർഘമായി നിസ്കരിച്ച മറ്റൊരുവനേക്കാൾ ഇവൻ്റെ ഈ നിസ്കാരത്തിന് അള്ളാഹുവിങ്കൽ പ്രതിഫലം അധികരിക്കും. മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു എന്താ പറഞ്ഞ്? ഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുശാല യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. അവർ അള്ളാഹുവിനെ വളരെ കുറച്ചല്ലാതെ സ്മരിക്കുകയില്ല. അള്ളാഹുൽ മുസ്താൻ നമ്മുടെ പലരുടെയും ഇന്നത്തെ അവസ്ഥ നമ്മൾ കുറച്ച് സ്മരിക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ അതുവരെ സംശയമാണ്. നിസ്കാരത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കയറിയത് മുതൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുന്നത് വരെ നിസ്കാരത്തിൻ്റെ ദിക്റുകളിലും നിസ്കാരവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന് മുൻപിലാണ് ഈ നിൽക്കുന്നത് എന്ന ഓർമ്മയിലും നമ്മൾ എത്ര സമയം ഉണ്ടായിരുന്നു? നിസ്കാരത്തിൻ്റെ പകുതി സമയം ഉണ്ടായിരുന്നു, കാഭാഗം ഉണ്ടായിരുന്നു. ഒരു റക്അത്തിൽ ഒരു ഫാത്തിഹ ഓതുന്ന സമയത്തെങ്കിലും. അങ്ങനെ നമ്മൾ സ്വന്തം നിസ്കാരത്തെ പരിശോധിക്കാൻ തുടങ്ങിയാൽ നമുക്ക് മനസ്സിലാവും ഹൃദയത്തിലുള്ള ഇബാദത്ത്. മാത്രമല്ല, പല ആൾക്കാരും നിസ്കാരത്തിൻ്റെ ആസ്വാദനം എവിടെയെന്ന് അന്വേഷിക്കാറുണ്ട്. നിസ്കാരത്തിൻ്റെ ആസ്വാദനം അതിൻ്റെ ഹൃദയത്തിലാണ്.
ഹൃദയം കൊണ്ട് നിങ്ങൾ നിസ്കരിച്ചു തുടങ്ങിയാൽ നിസ്കാരം നിങ്ങൾ കാത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാ, എൻ്റെ കൺകുളിർമ നിസ്കാരത്തിലാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ഈ കൺകുളിർമ എന്ന കാര്യം ചിന്തിച്ചിട്ടുണ്ട്? ഈ കൺകുളിർമ എന്താണെന്ന് ചിലപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കൺകുളിർമ എന്താണെന്ന് മനസ്സിലാവും. ഒരു മനുഷ്യൻ വർഷങ്ങളോളം വല്ല അന്യനാട്ടിലോ മറ്റോ പോയി താമസിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് അയാൾ 2-3 വർഷങ്ങൾക്ക് ശേഷം അയാൾ തൻ്റെ സ്വന്തം കുഞ്ഞിനെ കാണുമെന്ന് വിചാരിക്കുക ആദ്യമായിട്ട്. അത് കൺകുളിർമയാണ്. സ്വന്തം കുട്ടീനെ കാണാൻ പറ്റുക എന്നുള്ളത്. വിദേശത്തൊക്കെ വരുന്ന ആൾക്കാർ നിങ്ങൾ കുട്ടികളെ കാണാൻ വേണ്ടി ഓടുന്നു കണ്ടിട്ടില്ലേ? അതാണ് കൺകുളിർമ എന്ന് പറയുന്നത്. നിസ്കാരം ഒരാൾക്ക് ലഭിക്കുക എന്നതിൽ അയാൾക്ക് കൺകുളിർമ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇതിന് സമാനമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബിമാർ പറഞ്ഞത്, ഖാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇല സ്വലാഹ്. അവിടത്തേക്ക് എന്തെങ്കിലും പ്രയാസകരമായ കാര്യമുണ്ടായാൽ അവിടുന്ന് ഉടനെ നിസ്കാരത്തിലേക്ക് പോകുമായിരുന്നു. അഹ്സാബ് യുദ്ധത്തിൽ സഹാബിമാർ പറയുന്നു, പട്ടിണി കിടന്ന് വളരെ പ്രയാസകരമായ അവസ്ഥയിൽ, തണുപ്പ് കഠിനമാണ്. അനസ് ബിൻ മാലിക് പറയുന്നു, ഭക്ഷണം ഞങ്ങൾക്ക് അതിൻ്റെ മണം കാരണം വായുടെ അടുത്തേക്ക് അടുപ്പിക്കാൻ പറ്റുന്നില്ല. അത്ര മോശമായ ഭക്ഷണം, പഴകിയ ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. അതിനോടൊപ്പം കഠിനമായ ശൈത്യമുണ്ട്. ഇതിനൊക്കെ പുറമെ കിടങ്ങുകുഴിച്ച ക്ഷീണമുണ്ട്. കിടങ്ങിനപ്പുറത്തതാ 10,000 വരുന്ന സൈന്യവും ഇരിക്കുന്നു. മദീനയിൽ ഇപ്പുറത്തുള്ളിൽ, കിടങ്ങിൻ്റെ ഉള്ളിൽ ജൂതന്മാർ ചതിക്കുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ നിസ്കാരം എന്തായിരിക്കും? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ആ പ്രയാസകരമായ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ മുശ്രിക്കുകളുടെ സൈന്യത്തിൻ്റെ അടുത്തേക്ക് അവരുടെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞു വിട്ടു. ഞാൻ തിരിച്ചു വന്നപ്പോൾ അവിടുന്ന് നിസ്കാരത്തിലായിരുന്നു, സുദീർഘമായ നിസ്കാരത്തിലായിരുന്നു ഞാൻ. ബദ്ർ യുദ്ധത്തിൽ സമാനമായ സംഭവം നിങ്ങൾക്ക് കാണാം. ബദ്ർ യുദ്ധത്തിൽ ഇത്ര വലിയ സൈന്യത്തെ നേരിടേണ്ടി വരുമെന്ന പ്രതീക്ഷയില്ലാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദ്റിലേക്ക് പുറപ്പെട്ടത്. 300-ൽ പരം വരുന്ന സഹാബിമാരുമായി ചെന്നെത്തിയത് ആയിരക്കണക്കിന് വരുന്ന മുശ്രിക്കുകളുടെ സൈന്യത്തിന് മുൻപിലാണ്. എന്താണ് അന്നത്തെ രാത്രി അവിടുത്തെ അവസ്ഥ? സഹാബികൾ പറയാം, അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറയാം, ഞങ്ങളുടെ കൂട്ടത്തിൽ ഉറങ്ങാത്ത ഒരാളുണ്ടായിരുന്നില്ല, അള്ളാഹുവിൻ്റെ റസൂൽ ഒഴികെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് നിസ്കാരത്തിലായിരുന്നു. നിസ്കാരത്തിൽ അവിടുന്ന് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ശരീരത്തിൽ നിന്ന് മേൽമുണ്ട് താഴോട്ട് വീണത് എടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ശരീരത്തിൽ വെച്ചു കൊടുത്തുകൊണ്ട് അവിടുത്തെ അണച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഹസ്ബുക്ക് ഹസ്ബുക്ക്, അള്ളാഹുവിൻ്റെ റസൂലെ മതി, അള്ളാഹു താങ്കളെ സഹായിക്കുന്നതാണ്. നോക്കൂ, അവിടത്തേക്ക് പ്രയാസമുണ്ടായപ്പോൾ നിസ്കാരത്തിലേക്കാണ് ഓടിയത്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഖൽബ് നിസ്കാരത്തിനോട് ചേർന്നുകൊണ്ടാണ്. നിസ്കാരത്തിൽ പറയുന്ന കാര്യം ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, നിങ്ങൾ നിസ്കാരത്തിൽ ഉച്ചരിക്കുന്ന വാക്കുകളുടെ അർത്ഥം ശരിക്ക് ചിന്തിക്കുക. എന്നിട്ട് ആ പറയുന്ന വാക്കുകളിൽ ഏതെങ്കിലും ഒന്ന് ഒരു മനുഷ്യൻ്റെ മുൻപിൽ അതിനോട് സമാനമായ, അതേപോലത്തെ വാക്കല്ല, അതിന് സമാനമായ ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും വാക്ക് നിങ്ങളൊരു മനുഷ്യനോട് പറയുന്നു, ചിന്തിച്ചു നോക്കൂ, എങ്ങനെയായിരിക്കും നിങ്ങളത് പറയാൻ? അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. ഒരു മനുഷ്യനോടാണ് ഇതിൻ്റെ എന്തെങ്കിലും ചെറിയ വാക്കുകൾ ഇതിന് സമാനമായതൊരു മനുഷ്യനോടാണ് പറഞ്ഞിരുന്നത് എങ്കിൽ അവൻ്റെ ഹൃദയം ഏത് അവസ്ഥയിലായിരിക്കും? ഒരു രാജാവിൻ്റെ മുൻപിലാണ് പറഞ്ഞിരുന്നതെങ്കിൽ, ലോകങ്ങളുടെ സത്താവായ അള്ളാഹുവിന് മുൻപിൽ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഹൃദയത്തിലെ ഇബാദത്തിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, വഅഖിമിസ് സ്വലാത്ത, ഉറങ്ങി എല്ലാവരും, വഅഖിമിസ് സ്വലാത്ത, ആരും പറയുന്നില്ലല്ലോ, വഅഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കാനാണ്. അള്ളാഹുവിന് ദിക്ർ ചൊല്ലുക എന്നത്, ഹൃദയത്തിലെ ഇബാദത്തുകൾ ശരിയാകുക എന്നതാണ് മറ്റ് ഇബാദത്തുകൾ, പുറമേക്ക് കാണുന്ന ഇബാദത്തുകൾ നിശ്ചയിക്കപ്പെട്ടതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്നു പറഞ്ഞാൽ വരെ അത് തെറ്റാവുകയില്ല. എന്നാൽ ഈ പറഞ്ഞതിൻ്റെ ഒന്നും അർത്ഥം ചില ആളുകൾ ഇന്ന് പറയുന്നത് പോലെ ഹൃദയം നന്നായി മതി, ബാക്കി എന്തും എങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെയല്ല. ഹൃദയം നന്നാകാനുള്ള വടികളിൽ പെട്ടതാണ് ശരീരത്തിൻ്റെ ഇബാദത്തുകൾ. റുക്കൂഇൽ നിന്ന് നിൽക്കുക എന്നുള്ളത് അള്ളാഹുവിന് വിനയത്തിൻ്റെ നൃത്തമാണത്. നിസ്കാരത്തിൽ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് വിനയത്തിൻ്റെ നൃത്തമാണത്. സുജൂദിൽ കിടക്കുക എന്നുള്ളത് വിനയത്തിൻ്റെ നൃത്തമാണത്. നോമ്പ് നോൽക്കുക എന്നുള്ളത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന, സക്കാത്ത് കൊടുക്കുക,
പുറമേക്കുള്ള ഇബാദത്തുകൾ ഹൃദയം നന്നാക്കാനുള്ള വടികളിൽപ്പെട്ട. അപ്പോൾ ഇബാദത്ത് രണ്ടായി തിരിക്കാം. എങ്ങനെയൊക്കെയാണ്? ഇബാദത്തുൻ ളാഹിറ, ഇബാദത്തുൻ ബാത്തിന. രണ്ട് ഇബാദത്തുകൾ അതിൻ്റെ വിധി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രണ്ടായി തിരിക്കാം. ഒന്ന് ഇബാദത്തുൻ വാജിബ, രണ്ട് ഇബാദത്തുൻ മുസ്തഹബ്ബ. ഇബാദത്തുൻ അല്ലെങ്കിൽ ഇബാദത്തുൻ വാജിബ, ഇബാദത്തുൻ മുസ്തഹബ്ബ. ഒന്ന് നിർബന്ധമായ ഇബാദത്തുകൾ, രണ്ട് മുസ്തഹബ്ബായ ഇബാദത്തുകൾ. നിർബന്ധമായ ഇബാദത്തുകൾ നേരത്തെ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് വാജിബുകൾ ചെയ്യുക, രണ്ട് ഹറാമുകൾ ഉപേക്ഷിക്കുക. വാജിബ് ചെയ്യുക നിർബന്ധമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു ഹറാം ഉപേക്ഷിക്കുക എന്നതിനേക്കാൾ ഗുരുതരമാണ്, ഗൗരവമുള്ളതാണ് വാജിബ് ചെയ്യുക എന്നുള്ളത്. അള്ളാഹ് കൽപ്പിച്ചത് ചെയ്യുക എന്നുള്ളത്, കൽപ്പിച്ചത് അനുസരിക്കുക എന്നുള്ളത്. ചിലർ പറഞ്ഞു പ്രത്യക്ഷമുണ്ട്. ചിലർ പറഞ്ഞു കൽപ്പിച്ചത് അനുസരിക്കുക എന്നുള്ളത് ഹറാമുകൾ ഉപേക്ഷിക്കുക എന്നതിനേക്കാൾ ഗുരുതരമാണ്. അള്ളാഹ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ചെയ്തിരിക്കണം. ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തെ കിതാബ് സ്വലാ എന്നതിൽ പറഞ്ഞേക്കണം, ഒരു മനുഷ്യൻ ഒരു നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരുത്തൻ വ്യഭിചാരവും മോഷണവും പലിശ ഭക്ഷിക്കലും കൊലപാതകവും ചെയ്ത ഒരു മനുഷ്യനേക്കാൾ ഗുരുതരമായ അവസ്ഥയിലാണ് എന്നതിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇജ്മാ ഉണ്ട് എന്ന അഭിപ്രായ വ്യത്യാസമല്ല. നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരുത്തൻ കൊലപാതകം, വ്യഭിചാരം, പലിശ ഭക്ഷിക്കുക, മോഷണം, ഹറാമായത് തിന്ന, ഇങ്ങനെയുള്ള ഹറാമുകളെല്ലാം ചെയ്ത ഒരുത്തനേക്കാൾ ഗുരുതരമായ അവസ്ഥയിലാണ് നിസ്കാരം ഉപേക്ഷിച്ച ഒരുത്തൻ്റെ അവസ്ഥ എന്നതിൽ മുസ്ലിങ്ങൾക്ക് ഇജ്മാ ഉണ്ട്, അവർക്കല്ല വ്യത്യാസമില്ല എന്ന് ഇബ്നുൽ ഖയ്യിം രേഖപ്പെടുത്തിയത് കാണാം റഹിമഹുല്ലാഹ്. നിസ്കാരത്തിൻ്റെ ഗൗരവം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സന്ദർഭത്തിലും നിസ്കാരത്തിന് ഇളവ് നൽകിയിട്ടില്ല. മനുഷ്യന് ബുദ്ധി ബാക്കിയാണ് നിസ്കരിച്ചിരിക്കണം. സുബ്ഹാനല്ലാഹ്, ഫിഖ്ഹിൻ്റെ കിതാബുകൾ എടുത്താൽ നമ്മൾക്ക് അത്ഭുതം തോന്നും. നിസ്കരിക്കേണ്ട രൂപം വിവരിക്കുന്നിടത്ത് അവർ ഇങ്ങനെ സാഹചര്യം വന്നാൽ എങ്ങനെ നിസ്കരിക്കണം. അപ്പോൾ കാണാം സലാത്തുൽ മർബൂത്ത്, ഒരു തെങ്ങുമ പിടിച്ചൊരുത്തനെ കെട്ടിയിട്ടാൽ എങ്ങനെ നിസ്കരിക്കണം. ഒരാളെ പിടിച്ചിട്ട് വല്ല യുദ്ധത്തിനായിട്ട് പോയി അയാളെ തടവുകാരനാക്കിക്കൊണ്ട് വല്ല തെങ്ങുമ കെട്ടിയിട്ടു എന്നാൽ എങ്ങനെ നിസ്കരിക്കണം. അതുപോലെ തന്നെ നഗ്നനായി ഒരാൾ നിൽക്കേണ്ട അവസ്ഥ, വല്ല ജയിലിലോ കൊണ്ടുപോയിട്ട് ഫിഖ്ഹിൻ്റെ കിതാബിൽ, പഴയ കാലത്തെ കിതാബിൽ ഈ മസ്അല പലപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. കാരണം അക്കാലഘട്ടങ്ങളിൽ യുദ്ധത്തിൽ പോയി ചില പിടിച്ചുകൊണ്ടിട്ട് നഗ്നരായിട്ട് തടവറയിൽ കൊണ്ടുപോയിടും. അപ്പോൾ അവിടെ നമ്മൾ ഇന്ന് ആൾക്കാർ ഈ കിതാബ് എടുത്തു നോക്കി ഇതെന്താ ഇതൊക്കെ പറയുന്നത് എന്നായിരിക്കും വിചാരിക്കുക. അത് കാരണം ഇതാണ്. അപ്പം നഗ്നനായാൽ എങ്ങനെ നിസ്കരിക്കണം. ഒരു കൂട്ടം ആളുകൾ നഗ്നരായി ഒരു ജയിലറയിൽ ഇടപെട്ടാൽ എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ ജമാഅത്ത് നിസ്കരിക്കണം. കാരണം നിസ്കാരത്തിന് പണ്ഡിതന്മാർ നൽകിയ ഗൗരവമാണത്. ഇന്ന് ചിലപ്പോൾ നമ്മൾ വായിച്ചാൽ വിചാരിക്കും എന്തിനാണ് ഇവരിങ്ങനത്തെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ കാരണം ഇതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ അകപ്പെട്ടാൽ വരെ അവൻ നിസ്കരിച്ചിരിക്കണം എന്നാണ്. സലാത്തുൽ ഖായിഫ് അല്ലെങ്കിൽ സലാത്തുൽ ഖൗഫ്, ഭയത്തിൻ്റെ സന്ദർഭത്തിൽ നിസ്കാരം പറയുന്ന സന്ദർഭങ്ങളിൽ പറഞ്ഞ രൂപങ്ങളിലൊന്ന്, ശത്രു പിറകിലുണ്ട്, നീ പേടിച്ചോടാൻ കുതിരപ്പുറത്ത്, അപ്പം എങ്ങനെ നിസ്കരിക്കണം. നിസ്കാരത്തിൻ്റെ വഖ്ത് നഷ്ടമാകുമെന്ന് തോന്നിയാൽ നീ എങ്ങനെ നിസ്കരിക്കണം. അതുപോലെ തന്നെ ചില കിതാബുകൾ കാണാം, ഒരുത്തർ കാട്ടിലാണ്, അപ്പം അപ്പുറത്തൊരു സിംഹമുണ്ട്, ഇവിടുന്ന് അനങ്ങിയാൽ സിംഹം അറിയും, അപ്പം അവനെങ്ങനെ നിസ്കരിക്കണം. നിസ്കാരത്തിൻ്റെ വഖ്ത് നഷ്ടപ്പെടുമെന്ന് തോന്നും. ഞാനിത് പറയുന്നത് തമാശയല്ല, ഗൗരവകരമായ കാര്യമാണ്. നോക്കൂ നിങ്ങൾ, ഒരു സിംഹം തൊട്ടപ്പുറത്തുണ്ടെങ്കിൽ എങ്ങനെ നിസ്കരിക്കണം. നിസ്കാരത്തിൻ്റെ വഖ്തിൽ നിന്ന് നിസ്കാരം പിന്തിക്കാൻ അപ്പോഴും അനുവാദം പണ്ഡിതന്മാർ നൽകിയിട്ടില്ല. വഖ്തിൽ നിസ്കരിച്ചിരിക്കണം. ജംഇൻ്റെ സമയം കഴിഞ്ഞിട്ട് പിന്നെ സമയം കഴിയുമെന്ന് ഉറപ്പാണെങ്കിൽ നിസ്കരിച്ചിരിക്കണം. അപ്പോൾ അവർ പറഞ്ഞേക്കാണ് സിംഹം അപ്പുറത്തുണ്ടെങ്കിൽ നിസ്കരിക്കുക. എങ്ങനെ നിസ്കരിക്കുക? അങ്ങനത്തെ അനങ്ങാതിരിക്കുക, നിസ്കാരം മനസ്സിൽ ചിന്തിക്കുക, എന്നിട്ട് നിസ്കരിക്കണം. ജീവ രക്ഷിക്കും വേണം. അതേസമയം തന്നെ നിസ്കാരം അപ്പോഴും മുടക്കാൻ പാടില്ല. അപ്പോൾ ഇബാദത്തുകൾ, പുറമേക്കുള്ള ഇബാദത്തുകൾ, അത് ചില ആളുകൾ ഇന്ന് പറയുന്നത് പോലെ ഒക്കെ ഹൃദയത്തിൽ മതി, മനസ്സിൽ അള്ളാഹ് ഉണ്ടായാൽ മതി, അങ്ങനെയല്ല. രണ്ടും അള്ളാഹു കൽപ്പിച്ചവയാണ്, രണ്ടിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ രണ്ടാമത്തേത് വാജിബായ മുസ്തഹബായ ഇബാദത്തുകളാണ്. വാജിബുകൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന് ഹറാം ഉപേക്ഷിക്കുക, രണ്ട് വാജിബ് ചെയ്യുക. അള്ളാഹ് കൽപ്പിച്ച നിർബന്ധ കാര്യങ്ങൾ ചെയ്യുക, അള്ളാഹ് ഹറാമാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുക.
ഇപ്പോൾ കഴിച്ചു. വാജിബുകൾ ചെയ്യുക, ഹറാമുകൾ ഉപേക്ഷിക്കുക. ഹറാം ഉപേക്ഷിക്കുക എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില പണ്ഡിതന്മാർ പറഞ്ഞു വാജിബ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ്. പക്ഷേ പല ആൾക്കാരും ഇത് കേട്ടാൽ പോലെ അത് പറഞ്ഞു നിങ്ങൾക്ക് ശരിയല്ല, ഹറാം ഉപേക്ഷിക്കൽ പ്രയാസം. പണ്ഡിതന്മാർ പറഞ്ഞു വാജിബാണ് ഹറാമിനേക്കാൾ പ്രയാസം. അതുകൊണ്ട് വാജിബിനാണ് പ്രതിഫലം. കാരണം വാജിബായ ഒരു കാര്യം ചെയ്യണമെങ്കിൽ പല പ്രവർത്തനങ്ങളും ഒരാൾ സ്വയം ഉദ്ദേശിച്ച് തുടങ്ങി വെക്കേണ്ടതുണ്ട്. നിസ്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എണീക്കണം, ഒതെടുക്കണം. ചൂടുണ്ടെങ്കിൽ ചൂടുകാലത്താണ് ഒതെടുക്കുന്നതെങ്കിൽ ആ ചൂട് സഹിക്കണം. തണുപ്പ് കാലത്താണെങ്കിൽ തണുപ്പുള്ള വെള്ളമാണ്, തണുപ്പ് സഹിക്കണം. എന്നിട്ട് പള്ളിയിലേക്ക് നടക്കണം, ഡ്രസ്സ് ശരിയാക്കണം, നജസ് ഉണ്ടെങ്കിൽ വൃത്തിയാക്കണം, നിസ്കരിക്കാൻ എത്ര അമലുണ്ട്, കുറേ പ്രവർത്തനങ്ങളുണ്ട്. ഹറാം ഉപേക്ഷിക്കണമെങ്കിലോ ഹറാം ഉപേക്ഷിച്ച് നീ ഒന്നും ചെയ്യണം, നീ ഒന്നും ചെയ്യാതിരുന്നാൽ മതി. വ്യഭിചരിക്കാതിരിക്കണം, നീ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാതിരുന്നാൽ മതി. അതുകൊണ്ട് വാജിബിനേക്കാൾ എളുപ്പമാണ് ഹറാം ഉപേക്ഷിക്കൽ. ചിലർ പറഞ്ഞേക്കാം അല്ല അങ്ങനെയല്ല, അള്ളാ ഒരു സിഗരറ്റ് ഉപേക്ഷിക്കാൻ ഞാൻ അനുഭവിച്ച പ്രയാസം എനിക്കേ അറിയുള്ളൂ. എന്തുകൊണ്ടാണത് അങ്ങനെ സംഭവിക്കുന്നത്? ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞു, ഹറാം ഒരുത്തൻ പ്രവർത്തിച്ചു തുടങ്ങിയാൽ അതവൻ്റെ ശീലമായി മാറും. ശീലമായ ഒരു കാര്യം ഉപേക്ഷിക്കുക എന്നത് പ്രയാസമാണ്. ശീലമായി കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുക എന്നത് പിന്നെ ഒരു പ്രവൃത്തിയാണ്, വെറുതെ ഇരിക്കലല്ല. കാരണം അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് കുറേ ചെറിയ കുട്ടികളെ കാണുന്നത്, ഹറാമുകളെക്കുറിച്ച് കേട്ടാൽ നിങ്ങൾ ഒരിക്കലും അവിടത്തേക്ക് എത്തി നോക്കുക പോലും ചെയ്യരുത്. നിങ്ങൾ എത്തി നോക്കുമ്പോൾ വിചാരിക്കുക എന്താണ്, ഞാനൊന്ന് എത്തി നോക്കിയിട്ട് നിർത്തിക്കോളാന്നാണ്. പക്ഷെ എത്തി നോക്കുന്നതിന് ശേഷം പിന്നെ ഒരിക്കൽ കൂടി നോക്കാതിരിക്കാൻ പ്രയാസമാണ്. അതുവരെ അറിയാത്ത ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്തിരിയൽ ബുദ്ധിമുട്ടാണ്. ഹറാമിലേക്ക് ഒരു കാൽ അങ്ങ് വെച്ചാൽ പിന്നെ ആ കാല് പിറകോട്ടെടുക്കുന്ന നമ്മൾ വിചാരിച്ച പോലെ എളുപ്പമായിരിക്കില്ല. ഇവിടെയുള്ള ആൾക്കാർ ചോദിച്ചു നോക്കൂ, ഇതുവരെ ജീവിതത്തിൽ സിഗരറ്റ് വലിക്കാത്തൊരുത്തിന് സിഗരറ്റ് കണ്ടാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, അൽഹംദുലില്ലാഹ് എത്ര സലാമത്തിലാണ് ജീവിക്കുന്നത്. സിഗരറ്റ് വലിച്ചു കുടുങ്ങിയവനോ, അവൻ തുടങ്ങിയത് എൻ്റെ കൂട്ടുകാരെ പറയുന്നത് ഒന്ന് വലിച്ചു നോക്കടാ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയായിരിക്കും. അവൻ വലിക്കുമ്പോൾ അവൻ വിചാരിച്ചാൽ എന്താ, ഒരു തവണ വലിച്ച് ഞാൻ വലിക്കില്ല എന്നാണ്. പക്ഷേ പിന്നെ അത് അവൻ്റെ ജീവിതം മുഴുവൻ എടുത്തു കളഞ്ഞു. അവൻ്റെ സമ്പത്ത് നഷ്ടമായി, അവൻ്റെ ആരോഗ്യം പ്രശ്നത്തിലായി, അവന് പല ബുദ്ധിമുട്ടുകളുണ്ടായി. ഇതേപോലെ മദ്യം, ഏത് ഹറാമുള്ള വിചാരം, ഇതൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഒന്നും ഒരു കാല് വെച്ചിട്ട് പിന്നെ പുറത്തേക്ക് എടുക്കാം, പക്ഷെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടികളെ, പ്രിയപ്പെട്ട ചെറിയ മക്കൾ, അനിയന്മാരെ, സഹോദരങ്ങളെ, അള്ളാഹു നിങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ ഹിദായത്ത് നൽകിയാൽ ഹറാമിൻ്റെ വടികൾ കണ്ട് എത്തി നോക്കരുത്. ആദ്യത്തിൽ അവിടെ നിന്ന് കണ്ണ് തിരിച്ചാൽ ഇബ്നുൽ ഖയ്യിം പറഞ്ഞേക്കണം, ശൈത്താൻ വലിയ വലിയ ഹറാമുകൾ അതിലേക്കുള്ള വഴി തുറന്നത് ഒരു ഖത്തറ കൊണ്ടാണ്. ഹൃദയത്തിലൊരു ചെറിയ തോന്നലുണ്ടാക്കി കളഞ്ഞു. ഇബ്നുൽ ഖയ്യിം പറയണം, ആ സമയത്ത് അത് മുറിച്ച് കളഞ്ഞിരുന്നെങ്കിൽ പിന്നെ അവനതൊരു പ്രയാസമേ ആവില്ലായിരുന്നു. പക്ഷെ ആ ഒരു ചെറിയ തോന്നലിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. പിന്നെ തോന്നൽ ആഗ്രഹമായി, ആഗ്രഹം പിന്നെ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളായി, പരിശ്രമങ്ങൾ പിന്നെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ കഴിയാത്ത വിധത്തിലുള്ള തീരുമാനങ്ങളായി, ഇങ്ങനെ പിന്നെ അവസാനം ഇത് ഉപേക്ഷിക്കാൻ പറ്റാത്ത ശീലമായി മാറും. എല്ലാ തിന്മയും തുടങ്ങിയതൊരു ഖത്രയിൽ നിന്നാണ്, ഒരു ചെറിയ മനസ്സിലെ ഒരു തോന്നലിൽ നിന്നാണ്. അപ്പോൾ ആ തോന്നൽ ആ തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കിയാൽ അൽഹംദുലില്ലാഹ് ഖലാസ് കഴിഞ്ഞു. ഇതേപോലെയാണ് വസ്വാസിൻ്റെ കാര്യം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും തുടക്കത്തിൽ അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാം. മൂന്നാമത്തെ ഇനം ഇബാദത്തുകൾ, മൂന്നാമത്തെ രൂപം വേർതിരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇബാദാത്തുൻ ഫഅലിയ വ ഇബാദാത്തുൻ തർക്കിയ. ചെയ്യേണ്ട ഇബാദത്ത്, ഉപേക്ഷിക്കേണ്ട ഇബാദത്ത്. ഉപേക്ഷിക്കേണ്ട ഇബാദത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം ലഭിക്കണമെങ്കിൽ എത്ര നിബന്ധന ഉണ്ട്? രണ്ട് പേരൊക്കെ. ഒന്ന് അൽ ഖസ്ദു, ഉദ്ദേശിക്കുക. രണ്ട് ഇഖ്ലാസ് ഉണ്ടാവാം. വാജിബുകളും സുന്നത്തുകളുടെയും വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാജിബാണ് സുന്നത്തിനേക്കാൾ അഫ്ളൽ, അതിൽ സംശയമല്ല. ഉലമാക്കൾ ചിലർ പറഞ്ഞതയക്കണം, മൻ ശഗലഹുൽ ഫർദു അനിൻ നഫ്ലി ഫഹുവ മഅദൂർ. ഒരുത്തൻ ഫർദിൽ വ്യാപൃതനായിക്കൊണ്ട് സുന്നത്ത് ഒഴിവാക്കിയാൽ അവന് അള്ളാഹുവിൻ്റെ അടുക്കൽ ഇളവുണ്ട്. എന്താ പറഞ്ഞേ?
ഫർദിൽ വ്യാപൃതനായി, ഫർദിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടി നടന്നിട്ട് സുന്നത്ത് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ ഫഹുവ മഅദൂർ ആണ് അല്ലാഹു പുറത്തു കൊടുക്കുന്നത്. വമൻ ശഗലഹു നഫ്ലു അനിൽ ഫർദി ഫഹുവ മഗ്റൂർ. ആരെങ്കിലും സുന്നത്ത് നോക്കിയിട്ട് ഫർദ് ഇല്ലാതാക്കിയാൽ അവൻ പിശാച് വഞ്ചനയിൽ അകപ്പെടുത്തിയവരിൽപ്പെട്ടവനാണ്. സുന്നത്ത് നോക്കിയിട്ട് അവസാനം ഫർദ് പോകുന്ന ആൾക്കാരുണ്ട്. സുന്നത്തായ കാര്യത്തിന് വേണ്ടി നടക്കും, അവസാനം സുബഹിസ്കാരമില്ല. അല്ലെങ്കിൽ സുന്നത്തായ എന്തെങ്കിലും കാര്യം ചെയ്യും, ചില ആൾക്കാർ ചെയ്യുന്ന പോലെ, റമദാനിൽ ചെയ്യുന്ന പോലെ തറാവീഹിന് ഫസ്റ്റത്തെ റക്കാത്തിൽ ഇശാസ്കാരത്തിനുണ്ടാവില്ല. ഫർദ് മിസ്സാവുക എന്നിട്ട് സുന്നത്ത് കിട്ടുക, അത് ശരിയല്ല, തെറ്റായ തീരുമാനമാണത്. ഫർദാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളെ ജീവിതം തർത്തീബ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ആൾക്കാർ നന്നായി കഴിഞ്ഞാൽ, ഹിദായത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും ഇനി എന്ത് ചെയ്യണം, ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഈ തർത്തീബ് ഇങ്ങനെയാണ്. അവൽ വാജിബ് ആദ്യം ശരിയാക്കുക, പിന്നുള്ള വാജിബുകൾ ശരിയാക്കുക. ഹറാമുകൾ, ഏറ്റവും വലിയ ഹറാം ആദ്യം ഉപേക്ഷിക്കുക, പിന്നെ 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 പിന്നെ. എന്നാൽ ചിലർക്കെങ്കിലും ഇവിടെ അബദ്ധം പറ്റില്ല. ഇവിടെ ആളുകൾ തുടക്കത്തിൽ സുന്നത്തുകൾ അങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര സുന്നത്ത് ശ്രദ്ധിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ വാജിബ് ശ്രദ്ധിക്കാതെ സുന്നത്തിലേക്ക് ചാടിയതുകൊണ്ട് കാര്യമില്ല. ഓരോന്നിനൊരു ക്രമമുണ്ട്. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയാക്കിയെടുത്തത് അങ്ങനെയാണ്. ഈ ക്രമം ഒരാൾ പാലിക്കാതെ വന്നാൽ അത് ചിലപ്പോൾ അയാൾക്ക് വലിയ പ്രയാസമുണ്ടാക്കും.